ആരാധന, യേശുവേ ആരാധന, ദൈവമേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ആരാധന നന്ദി ആരാധന നന്ദി, ദൈവമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശു ആരാധന ആരാധന, ദൈവമേ നന്ദി സ്തുതി ആരാധന മഹത്വം, ഹല്ലേലൂയ മഹത്വം മഹത്വം, യേശുവേ ആരാധന സ്തുതി സ്തുതി സ്തുതി, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സ്തുതി, താവേ ആരാധന ആരാധന ആരാധന, യേശു ദയവായി എല്ലാവരും ഇരിക്കുക. സാക്ഷ്യം പറയുന്നവരും ശ്രദ്ധിക്കണം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലാണ് നമ്മൾ നിന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്, ലോകത്തോട് പറയുക. അപ്പോൾ ധൈര്യത്തോടെ പറയണം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു കളയരുത്, അത് ആദ്യമേ പറയണം. ദീർഘമായിട്ട് വലിച്ചു നീട്ടി പറയരുത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കമായി, എന്നാൽ ഞങ്ങൾക്കെല്ലാം വ്യക്തമാകുന്ന രീതിയിൽ സന്തോഷത്തോടു കൂടി പറയണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ആൾ വരിക. ആദ്യം വിളിച്ചവർ മിനി റോയ്, മലപ്പുറം. എൻ്റെ പേര് മിനി റോയി, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്ത് മാമാങ്കര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ ഭർത്താവിന് വേണ്ടി സാക്ഷി പറയാനാണ്. ജൂലൈ മാസം 16-ാം തീയതി എൻ്റെ ഭർത്താവിന് വയറുവേദന വരികയും ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അവിടുന്ന് ഒരാഴ്ച ആശുപത്രി കിടന്നു. വയറുവേദന കുറവില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അൾസറാണ്, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, വയറുവേദന മാറുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പാൻക്രിയാസിൽ 3 കല്ലുണ്ട്. ഒന്ന് 19.9 mm, ഒന്ന് 13 mm, ഒന്ന് 7 mm ഉള്ള കല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം, അവിടെ പോയി ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ CT സ്കാൻ്റെ ഡേറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ CT സ്കാൻ എടുത്തിട്ട് ബുധനാഴ്ച ദിവസം ഇവിടെ OPയിൽ വരാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ വളരെ വിഷമത്തോടെ വീട്ടിൽ പോയി. അപ്പോഴാണ് ഞാൻ ആനക്കല്ലെന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ആൻറ്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ അന്തോണിയോസിൻ്റെ പാതുവയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും എല്ലാ മാസത്തിലും. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് കൃപാസനം പത്രം 2018 ഡിസംബറിൽ കിട്ടിയത്. ഞാൻ അന്ന് തന്നെ വീട്ടിൽ വന്നതും ആ പത്രം വായിച്ചു. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ചൊരിയുന്നതായിട്ട് കണ്ടു. എനിക്കിവിടെ വരാൻ ഒരുപാട് ആഗ്രഹം തോന്നി. പക്ഷെ ഒരുപാട് ദൂരം ആയതുകൊണ്ട് വരാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ ആനക്കല്ലിൽ ചെന്ന് ആദ്യ ചൊവ്വാഴ്ചയാണ് എനിക്ക് ആ പത്രം അവിടെ നിന്ന് കിട്ടിയത്. അപ്പം ഞാൻ ആ പത്രം ആദ്യ ചൊവ്വാഴ്ച ചെന്ന അപ്പം തന്നെ അന്തോണിയോസിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് പോയി നോക്കും അവിടെ ആ പത്രം വെച്ചിട്ടുണ്ടോയെന്ന്. അങ്ങനെ എനിക്ക് 3 മാസം ആ പത്രം കിട്ടി. ഞാൻ ആ പത്രം ഇവിടെ ദൂരെ കൂടുതലായിട്ട് വരാൻ പറ്റാഞ്ഞുകൊണ്ട് ആ പത്രം വെച്ച് പ്രാർത്ഥിച്ചു. അതിൽ ഇവിടുന്ന് CT സ്കാൻ എടുത്ത് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ആ പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പാൻക്രിയാസിൽ കല്ലുള്ളവരുടെ കല്ല് അമ്മ എടുത്തു മാറ്റിയതായിട്ട്, കിഡ്നി സ്റ്റോൺ എടുത്തു മാറ്റിയതായിട്ടൊക്കെ ഞാൻ വായിച്ചായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു റോച്ചാൻ പേടിക്കണ്ട, ഒരു ഓപ്പറേഷനും ചെയ്യില്ല, അമ്മ മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ 24-ാം തീയതിയാണ് ഡോക്ടറെ കണ്ടത്. 29-ാം തീയതിയാണ് CT സ്കാൻ എടുക്കാൻ പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 27-ാം തീയതി ഞാനിവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ആദ്യം വെച്ചത് എൻ്റെ ഭർത്താവിൻ്റെ പാൻക്രിയാസിലുള്ള കല്ല് മാറിക്കിട്ടണേ എന്നായിരുന്നു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയി 29-ാം തീയതി CT സ്കാന് എടുക്കാൻ പോയപ്പോൾ അമ്മ മാതാവിൻ്റെ കാശുരൂപവും കൈപ്പിടിച്ച് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ട് പോയി. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. അമ്മ മാതാവ് പറഞ്ഞാൽ തിരുക്കുമാരൻ കേൾക്കുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി പ്രാർത്ഥിച്ചു. CT സ്കാൻ്റെ റൂമിൽ കയറിയപ്പോൾ കാശുരൂപം ഞാൻ എൻ്റെ റോച്ചാൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഷർട്ട് ഊരി തന്നപ്പോൾ അതെൻ്റെ കയ്യിലായി. പുറത്ത് നിന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണമെന്നൊരു റിസൾട്ട് എനിക്ക് വേണ്ട,
എനിക്ക് ഓപ്പറേഷൻ ഇല്ല, അവിടുന്ന് കല്ല് കാണുന്നില്ല എന്നൊരു റിസൾട്ട് മാത്രം എനിക്ക് ഇവിടുന്ന് കിട്ടിയാൽ മതിയെന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൽ റിസൾട്ട് കിട്ടി. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് കിട്ടിയത്. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഞങ്ങൾ കോഴിക്കോട് പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ റിപ്പോർട്ടിൽ നോക്കി എന്നിട്ടൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിലൊരു കുഴപ്പവും കാണുന്നില്ല, ഓപ്പറേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതിന് ആദ്യം ആശുപത്രി പോയപ്പോൾ ഒരാഴ്ചത്തെ മരുന്നേ തന്നിട്ടുള്ളായിരുന്നു. അത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ആ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് മാതാവി വിശ്വസിക്കുന്നതുകൊണ്ട് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ല, യാതൊരു കുഴപ്പവും ഇല്ല. തെങ്ങ് കയറാനാണ് പോണത്, റബ്ബർ വെട്ടാനും ഉണ്ട്. ഈ 2 പണിക്കും പോകുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. എൻ്റെ ഭർത്താവിന് തന്ന അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവ് വന്നിട്ടുണ്ടോ? ഇന്ന് വന്നിട്ടുണ്ടോ? പിന്നെ ആൾക്കാരോട്ട് വിളിക്കാൻ ഞാൻ ഇവിടെ അടുത്തങ്ങനെ നിൽപ്പുണ്ടോ? ഒന്ന് കൈവന്ന് എഴുന്നേറ്റ് തന്നെ. ഈ പാൻക്രിയാസിൻ്റെ 3 കല്ലുകളും സുഖപ്പെട്ട സന്തോഷം. സാക്ഷി പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് തന്നെ വന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏതായാലും ആ ഡോക്ടറെ കണ്ടു, ഒരാഴ്ചത്തെ മരുന്ന് തന്നു. അപ്പം ഉടമ്പടി അന്തോനിസ് വഴി അല്ലേ, അന്തോനിസിൻ്റെ കപ്പേളയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് പത്രം കിട്ടി. പത്രം കിട്ടിയപ്പോൾ തന്നെ വിശ്വാസമായി. ഇതേപോലെയുള്ള സാക്ഷ്യങ്ങൾ അത് ആ പത്രത്തിലുണ്ട് അല്ലേ. അപ്പോൾ സാക്ഷ്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ വായനക്കാർക്ക്. ഒരാളുടെ സാക്ഷ്യം അയാളുടെ മാത്രം അനുഭവമല്ല, അത് വായിക്കുന്നവർ കൂടി അടുത്ത ആളിന് അത് അനുഭവമാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കൃപാസനം പത്രത്തിൽ പ്രധാനമായി നമ്മൾ സാക്ഷ്യങ്ങൾ പരമാവധി എണ്ണം, കഴിയുന്നത്ര എണ്ണം തിരികെ ഞങ്ങൾ കയറ്റുന്നത്. സ്ഥലമില്ല, ചെറിയ പത്രമാണെന്നാൽ പോലും. ഉടമ്പടി അമ്മ ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾ മാതാവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മരുന്ന് വേണ്ട അല്ലേ. മാതാവിൽ വിശ്വസിക്കുന്നുണ്ട്, മരുന്ന് നിർത്തി ഡോക്ടറെ കണ്ടു. എടുത്ത് മാതാവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഇനി മരുന്ന് കുടിക്കണ്ട, 2 തോണി കാല് വെക്കണ്ട, 1 തോണി തന്നെ കാല് വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി എടുക്കാൻ തന്നെ ഉടനടി പരിഹാരമാണ്. അപ്പം ഞാൻ അവിടുന്ന് തന്നെ പറഞ്ഞു ഉടമ്പടി പരിഹാരം, ഉടനടി പരിഹാരം വന്ന് പിന്നെ പത്രത്തിൽ ഉടമ്പടി ഉടനടി പരിഹാരം. ഉടമ്പടി പുതുക്കാൻ അടുത്ത മാസം കൂടി വരണം. പ്രളയം കാരണം ഓഗസ്റ്റ് മാസം ഇവിടെ വരാൻ സാധിച്ചില്ല. പിന്നെ കഴിഞ്ഞ മാസം വന്നു, ഈ മാസം വന്നു, ഇനി അടുത്ത മാസം. പ്രേക്ഷിത ജോലിയൊക്കെ നടക്കുന്നു. പത്രം മേടിച്ചു കൊടുക്കുന്നു. പത്രം ആദ്യം ഇവിടെ വന്നപ്പം 25 പത്രമാണ് വാങ്ങിയത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, റോച്ചാൻ്റെ അസുഖം മാറി കിട്ടിയാൽ ഞാൻ ഇതിലേറെ പത്രം വാങ്ങും. അപ്പം 40 പത്രം വാങ്ങി. അത് ഓരോ വീടുകളിലും കൊണ്ടുകൊടുത്ത് അവരോട് പറയും, നിങ്ങളൊക്കെ വരണം, കൃപാസനത്തിൽ അമ്മ മാതാവുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാതാവ് ഏറ്റെടുക്കും, മാതാവ് നമ്മുടെ കൂടെ പോരും, മാതാവ് നമ്മൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ എല്ലാവരും. അപ്പം ദൈവം അനുഭവം തന്നപ്പോൾ പ്രേക്ഷിത ജോലിയുടെ അളവ് വർദ്ധിപ്പിച്ചു. പല ആളുകളും ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതോടുകൂടി അവരുടെ ഉടമ്പടി അവസാനിപ്പിച്ച് കൃപാസനത്തിലെ വരവ് നിർത്തി. ഇങ്ങനെയുള്ളവരെയാണ് ഇവിടെ കൂടുതൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അത് 25 പത്രം മേടിച്ചാൽ 40 ആക്കി വീടാന്തരം കൊണ്ടു നടക്കുന്നു. കൊടുത്തിട്ട് അവരുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞ് കേൾപ്പിച്ചിട്ട് പത്രം കൊടുക്കുന്നു. അച്ഛൻ പറയുന്ന പോലെ തന്നെ അല്ലേ. നന്നായിട്ട് ഒരു പ്രാവശ്യമുണ്ട് കൈയടിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി, ഇതുപോലെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയാണ് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത്. അടുത്ത ആൾ വന്നോളൂ. എൻ്റെ പേര് അഭിലാഷ്. ഞാൻ പാലക്കാട്ട് നിന്ന് വരികയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ജൂൺ 5-നാണ്. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഭയങ്കര ഒരു പരീക്ഷണം പോലെ കുറേ പനി, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും മര്യാദയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പുലർച്ചെ എണീക്കാനൊന്നും. അത് കഴിഞ്ഞ് ഞാൻ എന്നാലും എല്ലാ മാസവും കൂടെ വരും, പ്രാർത്ഥന ഇത്തിരി വൈകിയാലും ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു 2 സ്വപ്നം കണ്ടു. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അച്ഛൻ എന്നെ ഈ ഇതിൻ്റെ കൃപാസനത്തിൻ്റെ പുറകെ വെച്ചിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടും, വേറൊന്ന് ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ ഇതുവരെ പോയിട്ടില്ല, വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ട് അവിടുത്തെ കടൽക്കരി വെച്ച് മാതാവ് ഒരു കൊന്ത തരുന്നതായിട്ട് എനിക്കൊരു സ്വപ്നം കണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അച്ഛനെ കാണാനും അച്ഛൻ എൻ്റെ തലയിൽ ഞാൻ സ്വപ്നം കണ്ട അതേ സ്ഥലത്ത് വെച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു.
അതിനുശേഷം വീട്ടിലോട്ട് പോയപ്പോൾ എനിക്ക് അലർജിയുടെ ഒരു പ്രശ്നവും വയറിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് രണ്ടും പൂർണ്ണമായി അതോടുകൂടി സൗഖ്യപ്പെട്ടു പോയി. പിന്നെ അതേപോലെ ഞാൻ വേളാങ്കണ്ണിക്ക് പോയപ്പോൾ കൂട്ടുകാരുടെ കൂടെയാണ് പോയിരുന്നത്. ഞാൻ കടൽ തീരത്ത് ഇറങ്ങിയ വഴിക്ക് കാല് കുത്തി അവിടെ നിന്ന് ഒരു കൊന്ത എനിക്ക് കിട്ടിയുണ്ടായി. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം അതിനുശേഷം എനിക്ക് അലർജിയും വയറുവേദനയും പിന്നെ വന്നിട്ടേ ഇല്ല. പിന്നെ വേളാങ്കണ്ണിയിൽ ഞാൻ പോയ സമയത്ത് മുട്ടുകുത്താൻ ഞാൻ അതുവരെ മടിച്ചിരുന്നു. എന്തിനാണ് ഞാൻ കുത്തണം, എനിക്ക് എല്ലാവരും കുത്തണുള്ളപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം കുത്തി അവിടം വരെ നടന്നപ്പോൾ ഞാൻ ഇതുവരെ കൊന്ത കാണാതെ ചെല്ലിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് എനിക്ക് ആ മുട്ടുകുത്തി അവിടം വരെ എത്തണ വരെ കൊന്ത കാണാതെ ചെല്ലാനും പറ്റി. എൻ്റെ മുട്ടിൻ്റെ ഒന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടം വരെ എത്തിയപ്പോൾ. മാണിക്യം ഒരു അക്രൈസ്തവ സഹോദരനാണ് അഭിലാഷ് മാണിക്യം അല്ലേ, പാലക്കാട് നിന്ന്. കൃപാസനത്തിൽ വരുന്നതിന് മുമ്പാണ് കൃപാസനത്തെക്കുറിച്ച് വന്നതിന് ശേഷമാണ് സ്വപ്നം കിട്ടിയത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആരാധനയൊക്കെ കൂടിയിരുന്നു. ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ? എൻ്റെ സുഹൃത്തുക്കളാണ്, അവരുടെ കൂടെയാണ് ഞാൻ വന്നത്. കൂട്ടുകാരും വരുന്നുണ്ട്. അവർ എപ്പോഴും ഒരുമിച്ച് വരില്ല, ലീവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരാം. ഓക്കെ ശരി. അപ്പോൾ കൃപാസനം മാതാവ് സ്വപ്നത്തിൻ്റെ മാതാവാണ്. സ്വപ്നത്തിലൂടെ അമ്മ അഭിലാഷ് മാണിക്യത്തിന് നൽകിയ 2 സ്വപ്നങ്ങളും അമ്മ നൽകിയ സ്വപ്നങ്ങളും സഫലമായി. ഒന്ന്, അച്ഛൻ ഇവിടെ വന്നാൽ അച്ഛൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. എൻ്റെ അഭിലാഷ, ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും സങ്കടപ്പെടുന്നത് അച്ഛനെ കാണാൻ പറ്റുന്നില്ല, അച്ഛൻ കൈവെക്കുന്നില്ല, സങ്കടമാണ് ഇവിടെ ഇരിക്കുന്നവർക്ക്. മാണിക്യത്തിനെ മാതാവ് തിരഞ്ഞെടുത്തതുകൊണ്ട് വന്നപ്പോൾ തന്നെ ആ അനുഗ്രഹം കിട്ടി. സ്വപ്നം കണ്ടത് പുറകിൽ വെച്ച് കാണുന്നതായിട്ടാണ്. അവിടെ വെച്ച് തന്നെയാണ് കൈവപ്പ് കിട്ടിയത്. അപ്പം മാതാവ് തന്നെ അഭിലാഷിനെ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലായില്ലേ? സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് കൊന്ത ചൊല്ലാൻ പഠിച്ചിട്ടില്ല. ക്രൈസ്തവ സഹോദരനല്ലേ, അദ്ദേഹത്തിന് അവരുടെ വീട്ടിൽ ഇത്തരം പ്രാർത്ഥനകൾ പരിചിതമല്ലല്ലോ. അപ്പോൾ മാതാവ് തന്നെ ജപമാല ചൊല്ലാൻ പഠിപ്പിക്കുകയും അതിനുവേണ്ടി സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു ജപമാല കടലോരത്ത് കിടന്ന് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. കേട്ടത് ഞങ്ങൾക്ക് അത്യധികമായ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. തുടർന്ന് വരുന്നുണ്ടല്ലോ. ഉടമ്പടി പുതുക്കുന്നുണ്ടോ? ഉടമ്പടി എടുത്തായിരുന്നോ? പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. അഭിലാഷിന് വേണ്ടി പാലക്കാട്ട് നിന്നാണ് വരുന്നത്. ഉച്ചത്തിൽ സൂചിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം കർത്താവിൻ്റെ അഭിഷേകം നിറയട്ടെ. അമ്മയുടെ സാന്നിധ്യം ഈ മകനോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന. ഹല്ലേലൂയ. ശരി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു അടുത്ത ആൾ വരിക. ഓരോ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, കേൾക്കുന്നു. എന്താണ്? അമ്മ വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു, ഇടപെടുന്നു. അതിനുവേണ്ടി ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അടുത്ത സാക്ഷ്യം കേൾക്കാം. ജോസ്. എൻ്റെ പേര് ജോസ്. ഞാൻ കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജിന് അടുത്തുള്ള മുടിയൂർക്കര ഹോളി ഫാമിലി ചർച്ച് ഇടവകയിൽ നിന്ന് വരികയാണ്. ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നിട്ടുള്ളത്. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മകൾ കുവൈറ്റിൽ നേഴ്സ് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ വീട്ടിലുണ്ട്, ഞങ്ങളോടൊപ്പമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 2019 എൻ്റെ ഇളയ മകൾ ഞങ്ങളോട് പറഞ്ഞു, ആലപ്പുഴ ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അവിടം വരെ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, മാതാവ് നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി, ഇപ്പോൾ അവിടെയൊന്നും പോകണ്ട എന്നങ്ങ് പറഞ്ഞ് അങ്ങ് വിട്ടുകളഞ്ഞു. ആ മാസം തന്നെ ഏപ്രിൽ 14 ഓശാന ഞായറാഴ്ച കുവൈറ്റിലുള്ള എൻ്റെ മകൾ ഫോണിൽ വിളിച്ചു പറഞ്ഞു, അവൾക്ക് പെട്ടെന്ന് അതികഠിനമായ ഒരു തലവേദനയുണ്ടായി. അതിനോടുകൂടി അവിടെ വലത് കണ്ണിൻ്റെ കാഴ്ച നിശേഷം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ആപ്പാടെ ഞങ്ങൾ വളരെ സങ്കടത്തിലായി. ഞങ്ങൾ പല ഡോക്ടർമാരെ അവൾ കാണിച്ചിട്ടും കണ്ണിന് പ്രശ്നമില്ല, പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടു. ഈ കാരണം അവൾ പെട്ടെന്ന് തന്നെ ഏപ്രിൽ 17 പെസഹ വ്യാഴാഴ്ച ഏപ്രിൽ 17 പെസഹയ്ക്ക് തൊട്ട് മുമ്പ് പെസഹ ബുധനാഴ്ച നെടുമ്പാശ്ശേരിയിൽ വന്നു. അവൾക്ക് 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് അവൾ വന്നത്. എയർപോർട്ടിൽ വന്നിട്ട് വീൽ ചെയറിലാണ് അവളെ കുഞ്ഞിനായിട്ട് ഞങ്ങളുടെ അരികെ വന്നത്. ഞങ്ങൾ വളരെ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എറണാകുളത്തുള്ള ഗിരിധർ ഐ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടറെ പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ണിൻ്റെ കുഴപ്പമൊന്നുമില്ല, സ്കാൻ ചെയ്തെല്ലാം നോക്കി കണ്ണിൻ്റെ കുഴപ്പമൊന്നുമില്ലെന്നുണ്ട്. അപ്പം തന്നെ അവിടുന്ന് പറഞ്ഞു MRI എടുക്കണമെന്ന് പറഞ്ഞു. തലയുടെയും സ്പൈനലിൻ്റെ MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോഴത്തേന് പറഞ്ഞു വളരെ ഗുരുതരമായ ഒരു അസുഖമാണ്, MS എന്നാണ് അസുഖത്തിൻ്റെ പേര്. അത് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്നാണ് അസുഖത്തിൻ്റെ പേര്. അത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, തളർച്ച ഉണ്ടാകാം, വളരെ ഗുരുതരമായ ഒരു അസുഖമാണ്. ലക്ഷം ആൾക്കാരിൽ 1-2 പേർക്ക് മാത്രം ഉണ്ടാകുന്നൊരു അസുഖമാണെന്ന് പറഞ്ഞു. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഉടൻ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണമെന്ന് പറഞ്ഞു.
ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു പിറ്റേ ദിവസം. ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് ഡോക്ടർമാരെ കിട്ടാൻ പാടുപെട്ടു. ഒരു സുഹൃത്ത് ഒരു ബന്ധു മുഖാന്തരം എറണാകുളത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജേക്കബ് ചാക്കോയെ കിട്ടി. അദ്ദേഹം അവിടെ അഡ്മിറ്റ് ചെയ്തു. പരിശോധിച്ചിട്ട് പറഞ്ഞു, MRIയും മറ്റ് രേഖകളെല്ലാം പരിശോധിച്ചു. അവിടുത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു വളരെ ഗുരുതരമായ അസുഖമാണ്, വളരെ ശ്രദ്ധിക്കണം. ഇതിനെ അഡ്മിറ്റ് ചെയ്ത് സ്റ്റിറോയിഡ് എന്ന ഇഞ്ചക്ഷൻ 1 ഗ്രാം സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ വെച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച ഒരു 4-5 ആഴ്ചകൾ കൊണ്ട് ഭാഗ്യമായിട്ടെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് പഴയ പോലെ കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്നും പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ മാതാവിനെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞു. ഞങ്ങളുടെ ഒരു ബന്ധു തന്നെ പറഞ്ഞു, അമ്മയുടെ അരികെ വന്ന് പ്രാർത്ഥിച്ചാൽ അസുഖങ്ങളെല്ലാം പൂർണ്ണമായി മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചോടെ എൻ്റെ ഭാര്യ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായി മാറ്റിത്തന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. 3-ാം പക്കം കൊച്ചിൻ്റെ കണ്ണിൻ്റെ കാഴ്ച 30% തിരികെ കിട്ടി. അത്ഭുതം തന്നെയാണ്. 3-ാം ദിവസം തന്നെ കാഴ്ച 30% തിരികെ കിട്ടി. ആളിത്തിരി സ്റ്റേബിളായപ്പം ഡോക്ടർ പറഞ്ഞു വീണ്ടും തുടർന്നുള്ള ചികിത്സ, മാരകമായ അസുഖമായ തുടർന്നുള്ള ചികിത്സയ്ക്ക് ലംബർ പഞ്ചർ, അതായത് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ബോംബെ ലാബിൽ അയച്ചിട്ട് ഒളിഗോ ക്ലോണൽ ബാൻ എന്തെന്ന ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ചികിത്സയുള്ളതെന്നാണ് പറഞ്ഞത്. അത് കാരണം ഞങ്ങൾ ആളിച്ച് സ്റ്റേബിളും ആയപ്പോഴത്തേന് അവളെ ഡിസ്ചാർജ് ചെയ്തു. 5 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങളിവിടെ വന്നു, നേരെ ഇവിടെ വന്നു. അമ്മ മാതാവിൻ്റെ അരികെ വന്ന് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ണിന് ഒരു മിന്നൽ പോലെ അനുഭവപ്പെട്ടെന്ന് അവൾ പറഞ്ഞു. അതിനുശേഷം ഇപ്പം നല്ല കാഴ്ചയാണ്, ഒരു കുഴപ്പമില്ല, നല്ല കാഴ്ചയിൽ അവൾ പരിശുദ്ധ ഗ്രന്ഥം അവൾ വായിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ബോംബെക്ക് അയച്ചു റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോഴത്തേന് എല്ലാം നെഗറ്റീവ്, നിനക്കൊരു അസുഖം ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡ്യൂട്ടിക്ക് തിരികെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ തിരികെ പോയി. തിരികെ പോയതിന് ശേഷം ഞങ്ങൾ മെയ് 18-ാം തീയതി ഞാനും ഭാര്യ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗങ്ങളൊക്കെ വെച്ച് 6 നിയോഗങ്ങൾ വെച്ച് അതിൽ ഇതും ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് വീട്ടിൽ കൃത്യമായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. 22-ാം തീയതി വെളുപ്പിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അമ്മയുടെ സാമീപ്യം, വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് അമ്മയുടെ സാമീപ്യം കൃത്യമായി അവർക്ക് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞു. അന്ന് ആ കൊച്ചിൻ്റെ കണ്ണിന് പറഞ്ഞു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് കണ്ണിന് മിന്നൽ പോലെ ഉണ്ടായി. കൊച്ചിന് പെട്ടെന്ന് ഫുൾ കാഴ്ച കിട്ടി, പൂർണ്ണമായി കാഴ്ച കിട്ടി. അതിന് ശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. മെയ് 18-ാം തീയതി ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. വീട്ടിൽ കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് 22-ാം തീയതി വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മ മാതാവിൻ്റെ സാമീപ്യം എൻ്റെ ഭാര്യയ്ക്ക് കൃത്യമായിട്ട് അനുഭവിച്ചു എന്നവൾ പറഞ്ഞു. അതിനോടും പറഞ്ഞു. അന്ന് തന്നെ പകൽ 10 മണിയോടുകൂടി കുവൈറ്റിൽ നിന്ന് മകൾ വീണ്ടും വിളിച്ചു, മമ്മി എനിക്ക് വീണ്ടും തലവേദന ആരംഭിച്ചിരിക്കുകയാണ്, ഭയങ്കര ടെൻഷനാണ്, ഇനി എന്താ സംഭവിക്കുന്ന അറിയത്തില്ല, നാട്ടിലേക്ക് വരേണ്ടി വരുമോ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നീ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇച്ചിരി നേരം ഉറങ്ങിക്കഴിയുമ്പോൾ അസുഖങ്ങൾ പൂർണ്ണമായി മാറും, മാതാവ് അമ്മ രക്ഷിക്കും, ഈശോ രക്ഷിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയുടെ അരികെ വന്ന് ഞങ്ങളുടെ വീട്ടിലെ തിരുഹൃദയ രൂപത്തിൻ്റെ അരികെ നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. ഇവൾ പറഞ്ഞു, എൻ്റെ അമ്മയെ മാതാവേ, ഇപ്പോൾ ഈ സമയത്ത് അമ്മ കുവൈറ്റിൽ എൻ്റെ മകളുടെ അരികിൽ ചെന്നിട്ട് അവിടെ തലയിൽ തൊട്ട് അവിടെ തലവേദനയും അവിടെ ടെൻഷനും എല്ലാം മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തുടർന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. വൈകിട്ട് 5 മണിയോടെ ഒരു കൊച്ചു വീണ്ടും വിളിച്ചു. തലവേദന പൂർണ്ണമായി മാറി, ടെൻഷനും മാറി എന്ന് പറഞ്ഞു. എന്താ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവളുടെ ഉറക്കത്തിൽ അമ്മ മാതാവ് അവിടെ അരികെ ചെന്ന്, അവിടെ കട്ടിലിനരികിൽ ചെന്ന് നിന്ന് അവിടെ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ താലോലിക്കുന്ന സ്വപ്നം കണ്ട് അവൾ അവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം തലവേദനയില്ല, ഒരു പ്രശ്നവും ഇല്ല. ആൾ കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ അമ്മ മാതാവ് ഈശോ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് 1000 നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ഭാര്യ ഒരു 10 വർഷം മുമ്പ് യൂട്രസും അതിനുശേഷം ഓവറിയും 2 ഓപ്പറേഷനിലൂടെ മാറ്റിയതാണ്. അവർക്ക് വയറുവേദന ഉണ്ടായി. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഓവറിയുടെ ഭാഗത്ത്, ലെഫ്റ്റ് ഓവറിയുടെ ഭാഗത്ത് യൂറിനറി ബ്ലാഡറിനോട് ഒറ്റി ഒരു ഗ്ലാൻഡ് വളരുന്നുണ്ടായിരുന്നു. അത് 6.5 ആയിരുന്നു. അത് അർജൻറ്റായിട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. അവർക്ക് മാനസികമായി അത്ര ഭയമായിരുന്നാണ് അന്നേരം നടത്തിയില്ല. ഉടമ്പടി തൈൽ അവൾ വയറ്റിൽ പരട്ടി അമ്മയോട് പ്രാർത്ഥിച്ചു, മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1 മാസം കഴിഞ്ഞ് ഓപ്പറേഷന് തയ്യാറായി. ഗൈനക്കോളജി ഡോക്ടറെ പോയി കണ്ടു, ഡോക്ടർ CP വിജയൻ. അദ്ദേഹത്തെ
കണ്ടു. അദ്ദേഹം പറഞ്ഞനുസരിച്ച് പരിശോധനകളൊക്കെ നടത്തി വീണ്ടും ഒരു സ്കാൻ കൂടെ ചെയ്തപ്പം ആ ബ്ലാഡറിൽ ഒട്ടിയിരുന്ന ആ മുഴ വിട്ടിട്ട് 3.1 കുറഞ്ഞ് അത് മാറി. ഇനി ഓപ്പറേഷനേ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഓപ്പറേഷൻ ഞങ്ങളെ രക്ഷിച്ചു. അതുകൂടാതെ വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അമ്മ മാതാവ് തരുന്നുണ്ട്. ഞങ്ങളെന്നും അമ്മ മാതാവിനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ ഇളയ മോള് ഈ മാസം നവംബർ 1 തൊട്ട് 17-ാം തീയതി വരെയുള്ള സമയത്ത് CAയുടെ ഫൈനൽ എക്സാം എഴുതുകയാണ്. നിയോഗത്തിൽ വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ആ എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്കോട് പ്രാർത്ഥിക്കാനും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം എത്ര മാസമായി? മെയ് 18-ാം തീയതിയാണ് ഉടമ്പടി. അപ്പോൾ ഒന്ന് പുതുക്കി ഉടമ്പടി തുടരുന്നുണ്ട്. നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ? അത് വെറുതെ കേട്ടോണ്ടിരുന്നോ? അതായത് 3 പേർക്ക് ഒരേപോലെ പ്രത്യക്ഷ കൃപാസന മാതാവിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. ഒന്ന്, മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ മിന്നലടിക്കുന്നത് പോലെയുള്ള ഒരനുഭവം കിട്ടുന്നു. ശരിയല്ലേ? ശരിയാണ്. രണ്ടാമത് മകളുടെ, അതായത് സാറിൻ്റെ ഭാര്യയാണ് അമ്മ, മകളുടെ കുട്ടിയുടെ അമ്മ വെളുപ്പിന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ അരികിൽ നിൽക്കുന്ന അനുഭവം കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ എല്ലാവർക്കും സമീപസ്ഥമാണ്. മൂന്നാമത്, മകൾക്ക് വീണ്ടും തലവേദന വരുന്നു എന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ അപ്പയും അമ്മയും കൂടെ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവർ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ അവിടെ ചെന്ന് ഞങ്ങളുടെ മോളുടെ അടുത്ത് ചെന്ന് അവളെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കണം. പിന്നീട് അവർ കാണുന്നു അമ്മ അവരുടെ അടുത്ത് വരികയും ആ കുഞ്ഞിനെ 3 മാസം അല്ലേ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ വന്ന് കളിപ്പിച്ച് സന്തോഷിപ്പിച്ച് പോകുന്നതായും അവർ കാണുന്നു. ഈ സ്വപ്നത്തിൽ അവൾ ചാടി എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച അമ്മയോട് മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അവിടെ തലവേദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഓർക്കണം, കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ ഒരേ സമയം സഞ്ചാരി മാതാവാണ്. കടൽ കടന്ന് മകളുടെ അടുത്തെത്തുന്നു. ഇവിടെ വരുന്നവർക്കമ്മ അപ്പോൾ തന്നെ മിന്നലൊളി പോലെ പ്രകാശം പരത്തുന്നു. അവർക്ക് അത് അനുഭവം കൊടുക്കുന്നു. രോഗസൗഖ്യം സംഭവിക്കുന്നു. ആ സൗഖ്യത്തെ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. സ്കാനിങ്ങിൽ അതിന് മെഡിക്കൽ റിപ്പോർട്ടും സ്കാനിങ് റിപ്പോർട്ടും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ വരുന്നവരോട് ഇതുപോലെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വരുന്നവരോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. നിങ്ങളും സാക്ഷ്യം പറയുമ്പോൾ ഇതുപോലുള്ള റിപ്പോർട്ടുകളുമായിട്ട് തന്നെ നിങ്ങൾ വരണം കേട്ടോ. അതൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അവർക്ക് 3 പേർക്കും വിദേശത്തായിരിക്കുന്ന മകൾക്ക് അനുഭവം കിട്ടുന്നു, അമ്മയ്ക്ക് അനുഭവം കിട്ടുന്നു. ആ കുട്ടി ഇവിടെ വന്ന് രോഗാവസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് അമ്മയുടെ സാന്നിധ്യം മിന്നലൊളിയായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ കൃപാസനത്തിലും ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിലും എല്ലാം അമ്മ അനുഭവമായി, സജീവ സാന്നിധ്യമായി, വെളിപാടായി, അത്ഭുതമായി, സൗഖ്യമായി അമ്മ എല്ലാവർക്കും അനുഭവമായിട്ട് തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഉടമ്പടി ഇത്ര അനുഭവങ്ങൾ കിട്ടിയതിന് ശേഷം ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ സ്ഥിരമായി വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട പ്രേക്ഷിത ജോലി പത്രം വാങ്ങി വിതരണം ചെയ്യുന്നുണ്ട്. എത്രത്തോളം? ഇപ്പോൾ എല്ലാ മാസവും 25 ഇപ്പോൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ മേടിക്കുന്നുണ്ട്. അനുഭവം കിട്ടിയപ്പോൾ അത്രയും കൂടെ. അതുകൂടാതെ ഞങ്ങൾ ഫോൺ മുഖാന എല്ലാവരോടും വിളിച്ച് പറയുന്നുണ്ട് എല്ലാ അനുഭവത്തെക്കുറിച്ചും. ആളുകളെ കൊണ്ടുവരുന്നുണ്ടോ? ആരെങ്കിലും അടുത്തുള്ളവരോട്? അടുത്ത് 5 ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് സ്തുതിച്ച്, വിദേശത്തായിരിക്കും മോളെ സമർപ്പിച്ച് ഹല്ലേലൂയ ശക്തിയോടെ സ്തുതിച്ച്, ശക്തിയോടെ ആരാധിച്ച് ഹല്ലേലൂയ. യേശു ആരാധന. യേശുവേ നന്ദി, ദൈവമേ നന്ദി, യേശു ആരാധന. ഇതുപോലുള്ള അനുഭവങ്ങൾ ലോകത്തിലെല്ലായിടത്തും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ, കൃപാസനം പത്രം വായിക്കുന്നവർക്ക്, സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്ക്, ഇവിടെ വരുന്നവർക്ക്, ഉടമ്പടി എടുത്തവർക്കും എടുക്കാത്തവർക്കും, സകല ജാതി മർത്യർക്കും, സകല കുടുംബങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. അമ്മ കടന്നു വരുന്നത് കാണാൻ, അനുഭവിക്കാൻ, അടയാളങ്ങൾ ലഭിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. കൈയടിച്ച് പാടുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തിപരമായിട്ട് എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, ഈ കാലഘട്ടത്തിൽ ജീവിച്ച് ഇങ്ങനെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് വളരാൻ കഴിയുന്നല്ലോ കർത്താവേ, അതിനൊരു നന്ദി. കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഒരു പ്രേക്ഷിത ശുശ്രൂഷകനായിട്ട്, ഒരു പ്രേക്ഷിതനായിട്ട് ജോലി ചെയ്യാനായിട്ട്, ജോലിയല്ല ശുശ്രൂഷയാണ്, അങ്ങനെ വരാനും ഇതുപോലെയൊക്കെ കാര്യങ്ങൾ കേൾക്കാനും
അങ്ങനെ എൻ്റെയും കൂടി വിശ്വാസം വർദ്ധിക്കാനും ഒക്കെ അമ്മ അവസരം തന്നല്ലോ, അതിനിടയാക്കിയല്ലോ. എത്രത്തോളം നമ്മൾ നന്ദി പറയണം. നിങ്ങളും അതുപോലെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുക. അടുത്ത ആൾ വരും. എൻ്റെ പേര് ബിന്ദു ജെയിംസ്. ഞാൻ കോട്ടയം നീണ്ടൂരിൽ നിന്ന് വരുന്നു. ഞാൻ ജനുവരി മാസം 16-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചത് എൻ്റെ ഭർത്താവിന് ഉമിനീർഗ്രന്ഥിയിൽ ഒരു ട്യൂമർ ഉണ്ടായി. അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പവും കൂടാതെ അത് വിജയിക്കണമേ എന്നായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ 12 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷനായിരുന്നു. ഓപ്പറേഷത്തിനിടയ്ക്ക് ഡോക്ടേഴ്സ് 3 പ്രാവശ്യം ഇറങ്ങി വന്ന് പറഞ്ഞു. ആദ്യം അവർ പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നമില്ലാത്ത ഓപ്പറേഷനാണെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവർ ഓപ്പറേഷനിടയ്ക്ക് 3 പ്രാവശ്യം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അത് ഭയങ്കര റിസ്ക്കുള്ള ഓപ്പറേഷനാണ്, ചിലപ്പോൾ കണ്ണ് തുറന്നിരിക്കും, വായ കൂടും, പല പ്രശ്നങ്ങളുണ്ട്, മെയിൻ ഞരമ്പ് കട്ടായിപ്പോയി എന്നൊക്കെ. 12 മണിക്കൂർ ഓപ്പറേഷനായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ആദ്യം ചെയ്ത് ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു കുഴപ്പവും വരത്തില്ല എന്ന്. പക്ഷേ ചേട്ടനാണെങ്കിൽ 8-9 മണിക്കൂറിന് ശേഷമാണ് ബോധം വീണത്. ബോധം വീണ് കഴിഞ്ഞപ്പോൾ ഒരാഴ്ചത്തേന് കണ്ണ് തുറന്നും കയറി ഓടിയും ഒക്കെയാണ് ഇരുന്നത്. ഞങ്ങൾക്കെല്ലാം വലിയ വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഒന്നും സംഭവിക്കത്തില്ല എന്ന്. പക്ഷേ ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, സംസാരിക്കുമ്പോഴൊന്നും യാതൊരു കുഴപ്പവുമില്ല, കണ്ണ് അടഞ്ഞും ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ വലിയൊരു അനുഗ്രഹം തന്നെയാണത്. രണ്ടാമത് എൻ്റെ മോള് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം 16-ാം തീയതി തന്നെ അവൾ ഓസ്ട്രേലിയക്ക് പോവുകയും 2-ാം മാസം അവൾക്ക് ബ്രിഡ്ജിങ് വിസ കിട്ടുകയും പിന്നീട് അവൾക്ക് പ്രൈവറ്റായിട്ട് ജോലി കിട്ടുകയും അത് കഴിഞ്ഞപ്പോൾ അവൾ ഗവൺമെൻറ്റിൽ ജോലിക്ക് കയറുകയും അവളുടെ ഭർത്താവിനും കുഞ്ഞിനും വിസ കിട്ടുകയും അവരും ഈ മാസം തന്നെ പോവുകയും ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാനായിട്ടുണ്ടായിരുന്നു. അത് 5 വർഷമായി വിൽക്കാതെ കിടന്നതാണ്. പലരും വന്ന് നോക്കിയിട്ടൊന്നും മിണ്ടാതെ പോയിരുന്നു. പക്ഷേ ഈ മാസം ജൂൺ മാസം അത് സ്ഥലം വിൽക്കുകയും ഞങ്ങൾക്ക് അതിൻ്റെ നടക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് കിഡ്നി സ്റ്റോൺ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ, പാൻക്രിയാസ് സ്റ്റോൺ എന്നിവയുണ്ടായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഡോക്ടർ പറഞ്ഞു അത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അത് പൊട്ടും, പ്രശ്നമാവും എന്നൊക്കെ. പക്ഷേ എന്നെ ധൈര്യം കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മോടെ കുഞ്ഞുണ്ട്, അതിന് നോക്കണം, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പോവാമെന്നും പറഞ്ഞു ഞാൻ അന്ന് തന്നെ തിരിച്ചു പോന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ അച്ഛൻ ഇവിടെ വന്ന് ഒരു ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു ഒരാളുടെ കിഡ്നി സ്റ്റോൺ, പാൻക്രിയാസ് സ്റ്റോൺ ഒക്കെ മാറുന്നുണ്ട്. ആരാധനയുടെ സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ പാടില്ലാത്ത പോലത്തെ വിഷമങ്ങൾ, പനിക്കുന്നു, ദാഹിക്കുന്നു, തല കറങ്ങുന്നു, ഭയങ്കര വിഷമം. എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാനും അനിയത്തിയും ഹസ്ബൻഡും എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ആളുടെ തിരക്ക് കാരണം കൂട്ടം വിട്ടു പോകും. അപ്പോൾ എനിക്ക് എന്നാ സംഭവിക്കുന്നത്, ഞാൻ മരിക്കാൻ പോകുന്ന പോലുള്ളൊരു വിഷമമാണ്. അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ, ഞാനിവിടെ കിടന്ന് മരിച്ച ഇവരാരും അറിയത്തുമില്ലല്ലോ, എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, ഫോൺ ചെയ്യാനും പറ്റുന്നില്ലല്ലോ എന്നല്ല ഓർത്ത് ഞാൻ വിഷമിച്ചു. പുറത്തിറങ്ങി പോകാനും പറ്റുന്നില്ല, ആരാധനയുടെ സമയമല്ലേ, ഞാൻ എങ്ങനെ പുറത്തു പോകും? അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതെൻ്റെ എങ്ങാനും ആയിരിക്കുമോ, എൻ്റെ തന്നെയാണ് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ഇരിക്കാനും പറ്റാത്തൊരു വിഷമം, ആവി എടുക്കുകയാണോ പനിക്കുകയാണോ, ഇതെല്ലാം വിഷമങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിച്ച് ഇവിടെ ഇരുന്ന്. പക്ഷേ ഇത് ആരാധന കഴിഞ്ഞപ്പോഴേ ഞാൻ ഒരു തരത്തിൽ പുറത്തിയാടി അപ്പുറത്ത് കടന്ന് കടയിൽ നിന്ന് 2 ഗ്ലാസ് എന്നെ കണ്ടപ്പോഴേ കടക്കാരൻ ചോദിച്ചു ചേച്ചിക്ക് എന്നാ വിഷമം, എന്നാ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ഗ്ലാസ് സോഡാ നാരങ്ങ വെള്ളം തരാൻ പറഞ്ഞു. ആ ചേട്ടൻ പെട്ടെന്ന് മറ്റുള്ളവരൊക്കെ അവഗണിച്ച് എനിക്ക് തന്നെ സോഡാ നാരങ്ങൾ എടുത്തുനിന്ന് കസേര ഇട്ട് നിന്ന് ഞാൻ അവിടെ ഇരുന്ന്. ചേട്ടനും എൻ്റെ അനിയത്തിയും പെട്ടെന്ന് അവിടെ വന്നു. എന്നാ എന്ന് പറഞ്ഞു പെട്ടെന്ന് കാറെടുത്ത് ഞങ്ങൾ പോയി. എന്നും പോകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പോകുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ICUവിൽ കിടക്കുന്നൊരവസ്ഥയാണ് എനിക്ക്. പെട്ടെന്ന് എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് കടന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ എന്നെ വയറ്റ് വേദനയൊക്കെ കാരണം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ സ്കാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സ്റ്റോണുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുകയാണ് ചേച്ചിക്ക് ഒരു സ്റ്റോണും ഇല്ല, ചേച്ചിക്ക് ഇത് എപ്പോഴാണ് തോന്നിയെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ കഴിഞ്ഞ വർഷം പറഞ്ഞത് എനിക്ക് സ്റ്റോണുണ്ട്, ഇത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലേ പൊട്ടും എന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങൾ തന്നെയല്ലേ കഴിഞ്ഞ മെയ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും പോയി ഒന്നും കൂടെ നോക്കി സ്കാൻ ചെയ്ത് കഴിഞ്ഞ വർഷത്തെ. അന്നേരം ശരിയാ, അന്ന് ചേച്ചിക്ക് സ്റ്റോൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റ സ്റ്റോണും ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവർ ഒന്നും കൂടെ ചെയ്തിട്ട് പറഞ്ഞു ചേച്ചിക്ക് സ്റ്റോൺ ഒന്നുമില്ല. അന്നേരം ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ കഴിവല്ല, കൃപാസനം മാതാവിൻ്റെ കഴിവാണ്. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് അവിടെ പറഞ്ഞു. ഒരൊറ്റ സ്റ്റോണും എനിക്കിപ്പോൾ ഇല്ല, ഞാൻ ഒത്തിരി ബെറ്ററായിട്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു തലവേദന ഉണ്ടായിരുന്നു, 26 വർഷമായിട്ടുള്ള തലവേദനയായിരുന്നു എനിക്ക്. അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞാലും വെളുത്ത ഞായറാഴ്ച അച്ഛനെ കാണുവാൻ സാധിച്ചു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി നീ തലവേദന വരുമ്പോൾ
തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, നിനക്ക് ഒരു വിഷമം ഉണ്ടാകത്തില്ലെന്ന്. എനിക്ക് മിനിഞ്ഞാന്ന് ഇതുപോലെ തലവേദന വന്നു. ഇഞ്ചക്ഷൻ എടുക്കാതെ മാറുന്ന തലവേദനയല്ല, പക്ഷേ ആ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ തലവേദന മാറിക്കിട്ടി. എനിക്ക് അതുപോലെ തന്നെ പറയാൻ പറ്റത്തില്ലാത്ത പോലെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. എനിക്ക് പറയാൻ പറ്റാത്ത അത്രയും ഉണ്ട്. ഒരുപാട് യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഭർത്താവ് വന്നിട്ടുണ്ടോ? വന്നിട്ട് പിന്നത്തെ കൂടെ വിളിക്കാഞ്ഞേ? ഈ ഭാര്യമാർ ധ്യാന കേന്ദ്രത്തിലും ഇങ്ങനെയാണോ? വീട്ടിലോ നിങ്ങൾ അവരെ കൂടെ കൊണ്ടുപോകുന്നില്ല, ഇവിടെയെങ്കിലും ഒന്ന് കൂടെ നിർത്ത് കേട്ടോ. അപ്പം സാക്ഷ്യം പറയുമ്പോഴേ ഭർത്താവിൻ്റെ സാക്ഷിയാണ്, ഭർത്താവും കൂടെ വന്നതെന്ന് സാക്ഷ്യം പറയട്ടെ. കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ടോ? ഫ്രണ്ടിൽ എങ്ങനെ ഉണ്ടോ? എന്തായാലും വിഷയം ഇത്രയേ ഉള്ളൂ. വിജയകരമായ ഒരു ഓപ്പറേഷൻ ഉടമ്പടിയുടെ അനുഗ്രഹത്താൽ നടന്നു കിട്ടി. എത്രയോ ഓപ്പറേഷനുകൾ ഫെയിലിയറായി പോകുന്നു, പരാജയപ്പെട്ടു പോകുന്നു. 2 ഈ സൗകര്യക്കുണ്ടായിരുന്ന സ്റ്റോണുകൾ, 3 തരത്തിലുണ്ടായിരുന്ന സ്റ്റോണുകൾ. അപ്പോൾ ചേച്ചി ചോദിച്ചവർക്ക് നിങ്ങളല്ലേ പറഞ്ഞ കഴിഞ്ഞ വർഷം സ്റ്റോൺ ഉണ്ടെന്ന്, മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരുമാതിരി അല്ലേ? ഏത് ആശുപത്രി ചെന്നാലും അവർ ആദ്യം നമ്മളെ പേടിപ്പിക്കും. അപ്പോൾ എന്തായാലും സത്യമാണല്ലോ, അല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്തു സ്റ്റോൺ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചതാണ്. ഈ വർഷം ചെന്നപ്പോൾ സ്റ്റോൺ ഇല്ല. ഇത് രണ്ടിനും ഇടയിൽ സംഭവിച്ചത് ഉടമ്പടിയാണ് അല്ലേ? ഹല്ലേലൂയ. സ്ഥലം വിറ്റു. അടുത്തത് അല്ലേ? 26 വർഷമായിട്ടുണ്ടായ തലവേദന ഇപ്പം മരുന്നിൻ്റെ അളവ് കുറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു, അച്ഛൻ പുതിയ മരുന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ മരുന്ന് എന്താണ്? ഉടമ്പടി തൈലവും വിശ്വാസപ്രമാണവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. അപ്പം പക്ഷേ പറയാൻ സമയം കൊടുത്താൽ ഇനിയും പറയും ഒത്തിരി കാര്യങ്ങൾ ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ലെന്നാണ് വചനം പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ഹല്ലേലൂയ. സങ്കീർത്തനം 121, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക്. നമ്മുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്നൊരു നഷ്ടം, കുഴപ്പമല്ല നഷ്ടം, ഈ കർത്താവിൻ്റെ അരികിൽ നമ്മൾ എത്തിപ്പെടാൻ പലരും അനുവദിക്കുന്നില്ല. ഇന്ന് രാവിലെ ഒരു സാക്ഷ്യം വായിച്ചപ്പോൾ അത് എഴുതിയിരിക്കുന്നു, വീട്ടിൽ നിന്ന് മാതാവിൻ്റെ അടുത്ത് വരാൻ ഒരുങ്ങിയപ്പം അവർ പറഞ്ഞു, വീട്ടിലുള്ളവർ പറഞ്ഞു, ഇവിടെ അങ്ങ് മാതാവില്ലാഞ്ഞിട്ടാണോ ഇനി അവിടം വരെ മാതാവിന് പോകണം? അതൊരു തടസ്സം, നമ്മളെ തടസ്സപ്പെടുത്തുന്ന. അനുഗ്രഹത്തിലേക്ക് ഒരു വ്യക്തി വരാതിരിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തി കളയും. ഹല്ലേലൂയ. അപ്പം ദൈവം അതിന് വേണ്ടിയാണ് നമ്മുടെ ചാനലുകളും യൂട്യൂബിലുള്ള നമ്മുടെ പ്രോഗ്രാം, ഫേസ്ബുക്കിലുള്ള പ്രോഗ്രാം നമുക്ക് കാണാൻ പറ്റുന്നു. പത്രം നോക്കുന്നിടത്തെല്ലാം കൃപാസനം പത്രം കേരളത്തിൽ. നമ്മളെ എതിരെയുള്ളൊരു പരാതി അതാണ്. എവിടെ നോക്കിയാലും നിങ്ങൾ കൊണ്ട് പത്രം ഇട്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഒരു പത്രം കിട്ടിയിട്ട് വേണം ഒരാൾ രക്ഷപ്പെടാൻ അല്ലേ? ഒരു കുടുംബം രക്ഷപ്പെടാൻ. നേരത്തെ പറഞ്ഞില്ല, അന്തോനിസിൻ്റെ പുണ്യാൻ്റെ പള്ളിയിൽ പോയപ്പോൾ പത്രം കിട്ടി. പിന്നെ ആ ചേച്ചി മലപ്പുറത്തു നിന്ന് ചേച്ചി പിന്നെ എല്ലാ മാസവും പോവും, പത്രം വരുന്നുണ്ടോ നോക്കി. അപ്പോൾ എവിടെ നോക്കിയാലും പത്രമെന്ന് കുറ്റപ്പെടുത്തരുത്, മറിച്ച് എവിടെ നോക്കിയാലും ഒരു പത്രം കിട്ടിയാൽ, ചാനൽ എടുക്കുമ്പോൾ, യൂട്യൂബ് എടുക്കുമ്പോൾ, ഒരു ശുശ്രൂഷ അറിയാതെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അത് ഒരു കുടുംബത്തെ, അനേകം ജീവിതങ്ങളെ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിച്ചെടുക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനൊക്കെ ഉപകാരമായിട്ട്, പ്രത്യുപകാരമായിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കുടുംബം എന്ത് ചെയ്യുന്നു? വലിയ വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ? ഇന്നോവയാണ്. അപ്പോൾ ഇനി അത് ഇന്നോവ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയിട്ട് കുറച്ച് പേരെ കൂടെ കൂടുതൽ കൊണ്ടുവന്നാലോ? ഞങ്ങൾ എപ്പോഴും പോരുമ്പോൾ കൊണ്ടുവരും. ഇന്ന് മാത്രം 7:30 പോകുന്നതുകൊണ്ട് ആരെയും കൊണ്ടുവരാൻ പറ്റിയില്ല. അയ്യോടാ, ഈ സാക്ഷി അവർ കേട്ടില്ലല്ലോ. അപ്പം ശരി, അപ്പം ഇനി മുതൽ ഇന്നോവ വീട്ടിൽ കിടക്കട്ടെ. അതിനേക്കാൾ വലിയ, അല്പം കൂടെ വലിയ വണ്ടി എടുത്ത് ഇത്രയും വലിയ ദൈവം തന്ന അനുഗ്രഹത്തിന് പകരമായിട്ട് ആ ഇടവകയിലൊക്കെ ഉള്ള, പരിസരത്തൊക്കെ ഉള്ള എല്ലാ വിഭാഗത്തിലും പെട്ട, സമൂഹത്തിലും പെട്ട ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഈ സാക്ഷ്യം കേൾക്കാൻ ഒരു പ്രേക്ഷിത ജോലി കൂട്ടുക. 3 പ്രാവശ്യം വന്നിപ്പോൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മാത്രം വന്നാൽ പോരല്ലോ. അല്ല, ഞങ്ങൾ 3 പ്രാവശ്യം വന്നപ്പോഴും വണ്ടി നിറച്ച ആളുമായിട്ടാണ് വന്നത്. ഇനി ആ വണ്ടി വേണ്ട കേട്ടോ, അത് പോരാ. വലിയ വണ്ടി ശ്രമിക്കുക. ശരി. പത്രം എങ്ങനെയാ ആളുകൾക്ക് കൊടുക്കുന്നത്? മേടിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം എങ്ങനെ ഇവിടെ വന്നത്? പത്രം കിട്ടിയിട്ടാണോ? അല്ല, ഞങ്ങളോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ 5 മണിയാകുമ്പോൾ, അല്ല 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ സൂചിച്ചേ. കുടുംബത്തിന് വേണ്ടി ഒന്നുകൂടെ ഇവിടെ പ്രേക്ഷിത ജോലി, ഇവിടെ നാട്ടിലെ പ്രദേശത്തെല്ലാം വന്നിട്ടില്ലാത്ത ആളുകൾ വരാനും, ഇവരൊക്കെ ശക്തിയോടെ ഭാര്യയും ഭർത്താവും 2 പേരും കൂടെ ഓടി നടന്ന് പരിശുദ്ധി അമ്മയുടെ സാക്ഷിയായിട്ട് ജീവിക്കാനുള്ള അനുഭവം ആ ജില്ലയിൽ അവർ പോകുന്നിടത്തെല്ലാം, ഇടവകയിലെല്ലാം, മറ്റുള്ളവർ കാണുന്നവരോടെല്ലാം ദൈവം അവർക്ക് ചെയ്ത നന്മയെപ്പറ്റി പറയാനും, അനേകരെ കൊണ്ടുവരാനും, കൂടുതൽ മക്കളെ കൊണ്ടുവരുന്ന
പ്രാർത്ഥിക്കുന്ന വലിയ പ്രേക്ഷിതരായി തീരാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, ഹല്ലേലൂയ. വരിക. ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ലാത്ത 2 പേരുകൾ കൂടി വിളിക്കുന്നു. ഷേർലി വർഗീസ്, തൃശ്ശൂർ. ഷേർലി വർഗീസ് പേര് വിളിച്ചിട്ടില്ലാത്തതാണ്, വീണ്ടും വിളിക്കുന്നു. അവർ വരണം. അതിനുശേഷം റോസ്ലി ഫ്രാൻസിസ്, തൃശ്ശൂർ. തൃശ്ശൂർക്കാർക്കുള്ള ദിവസമാണ് ഇന്ന്. ഹല്ലേലൂയ. എൻ്റെ പേര് ബേബി. തൃശ്ശൂർ വിജയപുര ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മക്കൾ 2 പേരും ദുബായിൽ വർക്ക് ചെയ്യുന്നു. മൂത്ത മകന് കമ്പനിയാണ്. അവൻ 10 വർഷമായി. ഇപ്പോൾ കമ്പനിയിൽ ഒരു വർക്കും ഇല്ല. കമ്പനി അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ അടച്ചു പൂട്ടാൻ പോവാണ്, വർക്കൊന്നുമില്ല, ഒരു രക്ഷയില്ല, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. 2 മക്കൾ, മൂത്ത മകൻ 14 വർഷമായി ഗൾഫിൽ തന്നെയാണ്. അവൻ്റെ ജോലി നഷ്ടപ്പെട്ട് അവൻ നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് മൂത്ത മകനും ഉള്ളത് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോൻ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് വേറെ 2-3 എൻജിനീയർമാർ പരിചയപ്പെട്ടു, എനിക്ക് കുറച്ച് വർക്കൊക്കെ തരാമെന്ന് പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ വന്ന് അമ്മോട് പറഞ്ഞു, അമ്മേ ഞാൻ 2 മക്കൾക്കും വേണ്ടിയാണല്ലോ അമ്മയോട് യാചിച്ചത്, ഒരു മോന് മാത്രമല്ലേ ഇപ്പോൾ രക്ഷപ്പെട്ടുള്ളൂ, മറ്റേ മകനും കൂടി അമ്മ രക്ഷപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ മോൻ വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ സിനോജിനുള്ള വിസ ഞാൻ അയക്കണുണ്ട്, അവനെ വേഗം വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവനും പോയി. ഇപ്പോൾ 2 പേരും ഒരുമിച്ച് നടത്തണു. മൂത്ത മകൻ്റെ കുട്ടിക്ക് മൂത്രം പോവാതെ ഭയങ്കര വേദനയും പനിയൊക്കെയാണ്. അങ്ങനെ ഞാനപ്പോൾ മാതാവിൻ്റെ ലേപനം തൈലം പുരട്ടാൻ പറഞ്ഞ് എന്നും പുരട്ടി പ്രാർത്ഥിക്കും. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഓപ്പറേഷൻ വേണം, അല്ലാതെ ശരിയാവില്ല എന്ന്. പക്ഷേ മാതാവിൻ്റെ തൈലം പുരട്ടിയതിൻ്റെ ഫലമായി അവനിപ്പോൾ വളരെ സുഖമായി, അവൻ രക്ഷപ്പെട്ടു. പിന്നെ മകൾക്ക് വേണ്ടി മകൾക്ക് കൈവേദനയായിരുന്നു. കൈവേദന ഇപ്പോൾ കുറഞ്ഞു. മകളും ഞാനും കൂടി അവിടെ വരാറ്. ഇന്നിപ്പോൾ അവൾ വരേണ്ട ദിവസമാണ്. അവൾക്ക് കഴുത്ത് ഭയങ്കര വേദനയായിട്ട് ഇന്ന് പോരാൻ പറ്റിയില്ല. മാതാവ് വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഈ അമ്മ പറഞ്ഞ സാക്ഷ്യം, അമ്മ എഴുതിയിരിക്കുന്ന സാക്ഷ്യം ഇതാണ്. പറഞ്ഞപ്പോൾ മുഴുവനും അങ്ങോട്ട് വ്യക്തമായില്ലെന്ന് തോന്നുന്നു. അതായത് മൂത്ത മകൻ വിദേശത്ത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുകയാണ്, ഒരു സ്ഥാപനം നടത്തുകയാണ്, 3 ജോലിക്കാരുണ്ട്. 1 വർഷമായിട്ട് കമ്പനി പൂട്ടി, പണിയൊന്നുമില്ല, ജോലിക്കാരെല്ലാം പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ഒരു പ്രശ്നം, 14 വർഷമായിട്ട് ഇളയ മകൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു. അവൻ വിസ പുതുക്കി കിട്ടാതെ നാട്ടിൽ വന്നിട്ട് 1 വർഷമായി. പലതും പിന്നീട് ശ്രമിച്ചിട്ട് 1 വർഷത്തിനിടയിൽ ഒന്നും സംഭവിച്ചില്ല, ജോലിക്ക് പോകാൻ പറ്റിയ നാട്ടിലാണ്. അപ്പം മൂത്തവൻ്റെ കാര്യം അങ്ങനെ, ഇളയവൻ്റെ കാര്യം ഇങ്ങനെ നാട്ടിലും. അപ്പം അമ്മ വന്ന് ഉടമ്പടി എടുത്ത ദിവസങ്ങളിൽ തന്നെ അവന് പുതിയ ജോലി ചെയ്യാനുള്ള, ബിസിനസ് ചെയ്യാനുള്ള വർക്കുകൾ ധാരാളമായിട്ട് പരിചയമുള്ള എൻജിനീയർമാരൊക്കെ കൊടുത്തു. വർക്ക് കിട്ടിത്തുടങ്ങി. ഉടമ്പടി എടുത്തിട്ട് പിരിച്ചുവിട്ട ജോലിക്കാരെല്ലാം തിരിച്ചു വിളിച്ച് അവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു. മൂത്ത മകൻ്റെ കമ്പനിയിൽ തന്നെ ഇളയ മകനും ജോലി കിട്ടുന്നു. 2 കാര്യം പരസ്പരം കണക്റ്റഡ് അമ്മ ചെയ്യുന്നു. മറ്റൊന്ന് പേരക്കുട്ടിയല്ലേ, പിന്നെ മൂത്രമൊഴിക്കുമ്പോൾ പ്രയാസം, ആ ബുദ്ധിമുട്ടിന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ 2ാമത് എന്ന് കണ്ടപ്പോൾ പറഞ്ഞത്. ആദ്യം മരുന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന് ആ ഒരു പ്രശ്നമേ ഇല്ല. കുഞ്ഞിന് എന്ത് പ്രായമുണ്ട്? 3 വയസ്സ്. ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. അമ്മയ്ക്ക് കുടുംബത്തിന് വേണ്ടി ഇതുപോലെ ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഇതുപോലുള്ള ആവശ്യങ്ങളുള്ളവരൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആരാധന, ആരാധന, ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വരിക അടുത്ത. എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. എന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ ദൈവം ഇവിടെ ഒന്നിച്ചതിന് വെച്ച് മാതാവിനും കർത്താവിനും നന്ദി പറയുന്നു. എൻ്റെ സ്ഥലം തുമ്പ, തിരുവനന്തപുരം VSSC റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനടുത്താണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസം 20-ാം തീയതി എന്നെ അടുത്തുള്ള ഒരാൾ കൊണ്ടുവന്നതാണ്.
ഒരു പത്രം എനിക്ക് തന്നു, ഞാനത് വായിച്ചു, അവരുടെ കൂടെ വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞതല്ല ഞാൻ കണ്ടതും. ധ്യാനത്തിന് ഞാൻ കൂടാറില്ല, ധ്യാനം കേൾക്കും, കുറച്ചപ്പുറത്ത് കഴിയുമ്പോൾ പല മാറുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ധ്യാനകേന്ദ്രമല്ല, മാതാവിൻ്റെ പ്രാർത്ഥനാലയം. ഞാൻ അവരോട് തിരിച്ചു പോയിട്ട് 23-ാം തീയതി 22-ാം തീയതി ഞാൻ വീണ്ടും ഒറ്റയ്ക്ക് വന്നു. അപ്പോൾ അവർ റൂട്ടൊക്കെ കാണിച്ചു. ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ഞാൻ എറണാകുളത്ത് പോകുന്ന റോഡ് സൈഡായിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിവിടെ വന്നു, അന്ന് ഉടമ്പടി എടുത്തു, പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. 50-ഉം 100-ഉം പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ഒരു പുതുക്കൽ കഴിഞ്ഞപ്പോൾ കാണാൻ സൗകര്യം കിട്ടി. മാർച്ച് മാസം 2019 മാർച്ച് മാസം 23-ാം തീയതി അച്ഛനെ കാണാൻ കണ്ടിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് തലയ്ക്ക് കഴിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് 22 വർഷമായിട്ട് ഏകദേശം ഷുഗറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അത് അച്ഛൻ കൈവച്ചിട്ട് പറഞ്ഞു, ഷുഗർ നോർമലായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു ബിസിനസ്സാണ്, കാര്യം പറഞ്ഞു, ബിസിനസ് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് വിദേശത്ത് പോകാനുള്ള സാധ്യതയാണ് കാണുമെന്ന് പറഞ്ഞു. എവിടെ വിസയ്ക്ക് കൊടുത്താലും പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ ഷുഗറിൻ്റെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാവരും പറയുന്നുണ്ട് ഒരു വെള്ളി ഉണ്ടായി, കണ്ണിലൊരു കാഴ്ച ഉണ്ടായില്ല, എൻ്റെ ശരീരത്തൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ വെറുതെ പറഞ്ഞായിരിക്കുമെന്ന്. അതിന് അവിശ്വാസിയായി. കർത്താവ് പറഞ്ഞത് അവിശ്വാസികളെ എത്രയാണ് നിങ്ങളെ ഞാൻ സഹിക്കുമെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയത്. ഞാനൊന്ന് വീട് പോയപ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസം കൂടുതലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഏകദേശം രാവിലെ 25 ഇൻസുലിൻ എടുക്കും, വൈകുന്നേരം 25 എടുക്കും, 3 നേരം ഗുളികയും കഴിക്കുമായിരുന്നു. ഞാൻ ഡോക്ടറിനെ കാണാതെ തന്നെ ഇന്ന് ഞാൻ അത് 15 ഇൻസുലിൻ മാത്രം എടുത്തുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് 106 ഉള്ളൂ. എല്ലാ ദിവസവും ചെക്ക് ചെയ്യുമ്പോൾ 100, 104, 106 ഉള്ളൂ. കൂടുതൽ ഷുഗറൊന്നും എനിക്കില്ല. അത് 22 വർഷമായിട്ടാണ് ഇത്രത്തോളം എനിക്ക് തന്നതിന് ദൈവത്തിന് നന്ദി. എന്നിട്ട് തിരിച്ച് ദൈവം അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ വിസയ്ക്ക് കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ മടിച്ച് തന്നെയാണ് വിസയ്ക്ക് കൊടുത്തത്. ഒന്ന് യൂറോപ്യൻ യൂണിയനിലേക്കും ഒന്ന് ഓസ്ട്രേലിയയിലേക്കും കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞ മാസം 29-ാം തീയതി ഇവിടെ ധ്യാനത്തിന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. തിരിച്ച് ഞാൻ ഇവിടെ നിന്ന് ബസ്സിൽ പോയി തിരുവനന്തപുരം ബസ്സിൽ കയറി കഴക്കൂട്ടം ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് വിളി വരുന്നു, ഇതാ കിടക്കുന്ന വിസ. 3-ാം ദിവസം എൻ്റെ കൂടെ കൊടുത്തവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 20 ദിവസമാണ് അവർ പറയുന്നത്, 15 വർക്കിംഗ് ഡേയും ശനിയും ഞായറും കൂട്ടാതെ. പക്ഷേ 3-ാം ദിവസം യാതൊരു വെരിഫിക്കേഷൻ ഒന്നുമില്ലാതെ എനിക്ക് വിസ കിട്ടിയായിരുന്നു. അതിന് ദൈവത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിന് ഡിസംബർ കൂടിയേ പോകുന്നുള്ളൂ. അതിനുമ്പൊന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു. പിന്നെ അതുകൂടാതെ ഞാൻ ഒരാൾ മെഡിക്കൽ കോളേജ്, നമ്മുടെ നാട്ടിലുള്ള ഒരാൾ മെഡിക്കൽ കോളേജ് സീരിയസ് ആയിട്ട് കിടക്കുന്നു. ഡോക്ടർമാർ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, കിഡ്നിയൊന്നുമില്ല, എല്ലാം അടിച്ചു പോരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി പത്രം 25 പത്രവും അവരുടെ വീട്ടുകാർ എത്തിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പത്രം കൊണ്ട് പുള്ളിയെ കിടത്താൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ വരുമെന്ന് പറഞ്ഞു, വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ആ പയ്യനെ കണ്ടിരുന്നു, ആട്ടോ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക, വിശ്വാസം. ഞാനൊരല്പ വിശ്വാസം അവിശ്വസിച്ച് അച്ഛൻ പറഞ്ഞാൽ വിശ്വസിച്ചില്ല, പക്ഷേ അത് 2 കാര്യം എനിക്ക് നടത്തി തന്നു. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് പേപ്പർ കൊടുത്തിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസം എല്ലാം നമ്മൾ രക്ഷിക്കുമെന്ന് ചെയ്യുന്നു. എനിക്കിനി ജോലിയുള്ള ശരീര സൗഖ്യം നൽകുന്നതിനും ആരോഗ്യം തരുന്നതിനും വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഷുഗർ ഇല്ല ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം നേരത്തെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുള്ളതാണോ? ഉണ്ട്. 570. ആരും കണ്ണും തള്ളണ്ട. ഞാൻ വിദേശത്തിരുന്നിട്ട് വന്നൊരു ലീവിന് വന്നപ്പോൾ ഒരു പനി പിടിച്ചു, ശരീരം ക്ഷണിച്ചു. എത്രയുണ്ട്? ഇപ്പോഴും 106. ഇന്ന് രാവിലെ വരുമ്പോൾ 106. ഉടമ്പടി എടുത്തതിന് ശേഷം ഇത്രയും പത്രം മേടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെ വിതരണം ചെയ്യും അവിടെയൊക്കെ? നമുക്ക് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരും അതോ നേരിട്ട് കൊടുക്കുമോ? നേരിട്ട് തന്നെ കൊടുക്കും, എല്ലാ വീടുകളിലും നടക്കും. ഇപ്പോൾ സന്തോഷമാണ്. അതെ, തീർച്ചയായിട്ടും. ഷുഗർ വളരെ കുറഞ്ഞു. ഷുഗർ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും നോക്കാറുണ്ട്. കാരണം ഞാൻ ഇൻസുലിനൊക്കെ ഡോക്ടർ പറയാതെ തന്നെ കുറച്ചിട്ട് ചോദിക്കാതെ തന്നെയാണ് അച്ഛൻ. അതെ, അച്ഛൻ പറഞ്ഞത് ഈ 2 കാര്യം അച്ഛൻ പറഞ്ഞത് എന്നെ ഞാൻ ചോദിക്കാതെ തന്നെയാണ്. വിസയുടെ കാര്യം, അതെ, വിസയുടെ കാര്യം പറഞ്ഞത് അത് ഓക്കെ ആയി. ഇനി ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ അതല്ല, അത് ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട്. ഞാനൊരു ട്രാവൽ ഏജൻസി കൂടിയാണ്, ഒരു മത്സ്യത്തൊഴിലാളിയും കൂടിയാണ്. അത് ശരി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പള്ളിത്തുറയിലാണ്, തുമ്പ VSSCക്ക് അടുത്ത്, കഴക്കൂട്ടം തുമ്പ പള്ളിത്തുറയ്ക്ക് അടുത്ത്. ഈ സഹോദരൻ പറഞ്ഞ് കേട്ടല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട ഒരു ആവശ്യം തോന്നുന്നില്ല. അദ്ദേഹത്തോടൊപ്പം വിസയ്ക്ക് അപേക്ഷ കൊടുത്തവരുടെ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മാത്രം ലോപ്പസ് വർക്കി ലോപ്പസിൻ്റെ പേപ്പർ മാത്രം അപേക്ഷ പരിഗണിച്ചു. സാധാരണ ഞങ്ങൾ കൊടുക്കുമ്പോൾ 15 ദിവസം അവർ പറയും, 15 ദിവസം സമയം എടുക്കുമെന്ന് പറയും. ശനി ഞായർ കൂട്ടാറില്ല. നമ്മൾ ആ ബിസിനസ് ചെയ്യുന്നത് നമുക്കറിയാം. സങ്കീർത്തനം 37:10 വചനം, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കും, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്കോ. സിംഹക്കുട്ടികൾ മൃഗരാജാവിൻ്റെ കാട്ടിലെ രാജാവിൻ്റെ മക്കളാണ്, കഴിവുള്ളവരാണ്, തൻ്റെ ഇടമുള്ളവരാണ്. തേടിക്കൊണ്ടുവന്ന് കൊടുക്കാൻ ആളുണ്ട്, എല്ലാ സംവിധാനമുണ്ട്, സഹായമുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ പലരുടെയും സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ കുറേ മനുഷ്യരുണ്ട്, അവർക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. കൃപാസനത്തിൽ വരുമ്പോൾ ഇവിടുത്തെ അമ്മ മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ ഉടമ്പടി മാത്രമേ ഉള്ളൂ, ഇവിടെ പ്രേക്ഷിത ജോലി ചെയ്തതിൻ്റെ ക്രെഡിറ്റ് മാത്രമേ നമുക്കുള്ളൂ. സൗരം പറഞ്ഞില്ലേ, 100 പത്രമൊക്കെ ഇവിടെ 10 പത്രം തന്നെ മേടിക്കാൻ മടിയുള്ള ആളുകളുണ്ട്. ആരും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ എടുത്ത ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തി
കൂടുതൽ പ്രേക്ഷിത ജോലി ചെയ്തപ്പോൾ, ഈ മാസം പ്രത്യേക പ്രേക്ഷിത മാസമായിട്ടാണ് കത്തോലിക്ക സഭ ലോകമെമ്പാടും ആചരിക്കുന്നത്. ആഘോഷം, ഒരു തരത്തിലെ ആഘോഷമാണ്. അപ്പോൾ അത് സത്യസന്ധമായിട്ട് 100 പത്രം മേടിച്ച് വീടാന്തരം കൊണ്ടുപോയി കൊടുത്ത് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും കർത്താവിനോട് വിശ്വസ്ത കാണിച്ചപ്പോൾ, അമ്മയുടെ ഉടമ്പടിയോട് വിശ്വസ്ത കാണിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളോടും അമ്മ വിശ്വസ്തയോടെ, കർത്താവ് വിശ്വസ്തയോടെ പെരുമാറി. ശരിയല്ലേ? അതെ. ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, യേശുവേ നന്ദി. സഹോദരന്റെ യാത്ര ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുവനന്തപുരം മേഖലയിലുള്ള തുമ്പ, പള്ളിത്തുറ പ്രദേശങ്ങളിലുള്ള എല്ലാവരെയും, എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകരെ ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്. ഹല്ലേലൂയ, യേശു ആരാധന, യേശുവേ നന്ദി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് ഷെർലി വർഗീസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു, അരുമ്പൂര് ഇടവകയിൽ നിന്ന്. ഞാൻ മാർച്ച് 25 വന്ന് ഉടമ്പടി എടുത്തു. അതിൽ എൻ്റെ ചേട്ടൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. മോൾക്ക് ജോലി ലഭിച്ചു. പിന്നെ ഉടമ്പടി പുതുക്കി. ജൂലൈ 7 ഉടമ്പടി പുതുക്കി. ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഫെബ്രുവരി 7 ദുബായിലാണ്. ഫെബ്രുവരി 7 ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ വീണ്ടും വെച്ചിരുന്നു. ഭർത്താവിന് സ്ഥിരമായിട്ട് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതുപ്രകാരം സെപ്റ്റംബർ 25 നാട്ടിൽ തന്നെ സ്ഥിരമായി ഒരു ജോലി ലഭിച്ചു. പിന്നെ എൻ്റെ മൂത്ത മകൾക്കും രണ്ടാമത്തെ മകൾക്കും വേണ്ടി അവരുടെ പഠനം മെയ് മാസത്തിൽ പൂർത്തിയായി. അവർ പഠിച്ച ഇതിൽ തന്നെ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. മൂത്ത മകൾക്ക് കുവൈറ്റിലെ അക്കൗണ്ടൻ്റായി കഴിഞ്ഞ ചൊവ്വാഴ്ച ജോലിക്ക് കയറി. രണ്ടാമത്തെ മകൾക്ക് ബാങ്കിൽ ജോലി ലഭിച്ചു. പിന്നെ അനീത്തിയുടെ മകൾക്ക് വയറുവേദനയായിട്ട് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. മോൾക്കും സൗഖ്യമായി. കൂടാതെ ഭർത്താവിന് ദുശീലങ്ങളുണ്ടായിരുന്നു, മദ്യപിച്ചിരുന്നു. ജൂലൈ 25 മുതൽ അത് പൂർണ്ണമായും നിർത്തി. നേർച്ച വസ്തുവായ ഉപ്പും തേനും ദിവസവും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കൊടുക്കുമായിരുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. ആരാധനയിൽ ഞാൻ അനീത്തിയുടെ കൂടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി അവൾക്ക് കൂട്ടിന് വന്നതായിരുന്നു. ഇവിടെ ആരാധനയിൽ അച്ഛൻ എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ ഒരു 3 വിരൽ എനിക്കൊരു തരിപ്പുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ അന്നല്ല കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, ആരാധന സമയത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, കാൽപാദത്തിൻ്റെ 3 വിരൽ ഹാഫ് ഭാഗം, കാൽപാദത്തിൻ്റെ ഹാഫ് ഭാഗം 3 വിരൽ തരിപ്പായിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിലൂടെ ഒരു സൗഖ്യം ലഭിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഹല്ലേലൂയ. ഇപ്പോൾ ഉടമ്പടി എടുത്ത് മെയ് മാസത്തിലല്ലേ ഉടമ്പടി എടുത്ത്? മെയ് മാസത്തിൽ പുതുക്കി. ജൂലൈ 7 പ്രേക്ഷിത ജോലി പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും ആരെങ്കിലും അവർക്ക് കൊടുക്കാറുണ്ട് ഞാൻ.
അങ്ങനെ പറഞ്ഞോ? ഉപ്പും തേനും അല്ല, അവരാവശ്യപ്പെട്ടു കൊടുക്കുന്നു. നേർച്ച വസ്തുക്കൾ അവരുപയോഗിക്കുന്നു, അവർക്ക് അനുഭവം കിട്ടുന്നു. പത്രം മേടിച്ച് വിതരണം ചെയ്യുന്നു. പത്രം എല്ലാ വീട്ടിലും പോയി കൊടുക്കും. കർത്താവിൻ്റെ പ്രേക്ഷിതയായി. പിന്നെ അച്ഛൻ ആദ്യത്തെ എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ ചേട്ടന് ജോലി ലഭിക്കാണ്ടായപ്പോൾ ഒരു വിഷമം തോന്നി. പക്ഷേ അച്ഛൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞു, മക്കളെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല, നിങ്ങൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് മുതൽ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നത്. രണ്ടാമത്തെ ഉടമ്പടിയില്ല, ആദ്യത്തേത് നമ്മൾ പുതുക്കിയപ്പോൾ ഇപ്പോഴും പ്രേക്ഷിത ജോലി തുടരുന്നു. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഉടമ്പടി തീരുകയാണോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ തുടർന്ന് കൂടുതൽ പ്രേക്ഷിത ജോലി ചെയ്ത് പലരും അങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ ഉടമ്പടി പുതുക്കും, ഞാൻ പ്രേക്ഷിത വേലകൾ ചെയ്യും. കൂടുതൽ മക്കളെ കൊണ്ടുവരുന്നുണ്ട്, ആളുകളുടെ അനുഭവം പറയുന്നുണ്ട്. സ്തുതിച്ചേ ഹല്ലേലൂയ. സഹോദരിക്ക് വേണ്ടി തൃശ്ശൂർ മേഖലയിൽ നിന്ന് വരുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ചേ. വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. അവരെ കൊണ്ടുവരുന്ന പ്രേക്ഷിതരുണ്ട്, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ, ആ മേഖലയിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉൾഭാഗങ്ങളിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് വരുന്നവർ, ഉടമ്പടി പുതുക്കാൻ വരുന്നവർ, ഈ അമ്മയോടുള്ള ഉടമ്പടിയിൽ തുടർന്ന് പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ 2 ആളുകളെ നേരത്തെ വിളിച്ചിട്ടില്ലാത്ത 2 പേരുകൾ കൂടി വിളിക്കാം. അവർ ഈ പേരുകൾ ശ്രദ്ധിച്ചു വരിക. സുജ ആലപ്പുഴ. സുജ ആലപ്പുഴ. 2 റോണിയ ഷിജോ ഐക്കിടപ്പറമ്പിൽ എരവുമംഗലം കുറുപ്പന്തറ. 2 പേര്, റോണിയ ഷിജോ കുറുപ്പന്തറ. ആ 2 പേരും കൂടി വരിക. നേരത്തെ പേര് വിളിച്ച ഒരാൾ എത്തിയോ? റോസ്ലി ഫ്രാൻസിസ്. യേശുവേ നന്ദി, യേശു സ്വസ്ത്രം. ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് അമ്മയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായി എന്നെ അനുഗ്രഹിച്ചതിനോടത്ത് എൻ്റെ അമ്മയോടും പരിശുദ്ധ ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി വന്നെടുത്തത്. എൻ്റെ കുടുംബസമേതം വന്ന് ഉടമ്പടി എടുത്തു. ഏപ്രിൽ 4-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഏപ്രിൽ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ ഉടമ്പടി എൻ്റെ മകന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരുന്നു. എൻ്റെ മകൻ യൂറോപ്പിലാണ്, പോളണ്ട് എന്ന രാജ്യത്താണ്. അവൻ്റെ പോളിഷിൽപ്പെട്ട ഒരു പെൺകുട്ടി, യൂറോപ്യൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം എല്ലാവിധ പേപ്പറുകളും കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് 2 മാസത്തിനുള്ളിൽ എൻ്റെ മകന് ഗവൺമെൻറ് തലത്തിൽ യൂറോപ്പിലെ യൂറോപ്യൻ മോളെ വിവാഹം കഴിക്കാനുള്ള എല്ലാ പേപ്പറുകളും ശരിയാക്കി തന്നു. എൻ്റെ മകന് ആ ഉടമ്പടിയിൽ അവൻ്റെ വിവാഹം ഗവൺമെൻറ് അംഗീകരിച്ചത് ഒക്ടോബർ 12-ാം തീയതിക്കാണ് അവൻ്റെ വിവാഹം അവിടെ നിശ്ചയിച്ചത്. ഞങ്ങൾക്ക് ഒക്ടോബർ 12-ാം തീയതി അവിടെ എത്തണം. പക്ഷേ ഞങ്ങൾക്ക് വിസ കിട്ടണം. അതുകൊണ്ട് 90 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി വീണ്ടും പുതുക്കി. ആ വീണ്ടും പുതുക്കലിലെ ആദ്യത്തെ ഇത് എൻ്റെ കുടുംബസമേതം എൻ്റെ മോൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് വിസ തന്ന് അനുഗ്രഹിക്കണം അമ്മേ. എൻ്റെ മകൻ്റെ വിവാഹം അവിടെ നടക്കുമ്പോൾ ഞങ്ങൾ നാട്ടിൽ ഞങ്ങളാക്കാതെ അമ്മ തന്ന എൻ്റെ മകൻ്റെ അരികിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ കണ്ണീരോടെ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. വിസയ്ക്ക് വേണ്ടി ഞാൻ രാവും പകലും അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ കുടുംബസമേതം ഞങ്ങൾക്ക് 8-ാം തീയതി തന്നെ വിദേശത്തിൽ പോകാൻ വിസ കിട്ടി. 12-ാം തീയതി എൻ്റെ മോൻ്റെ വിവാഹത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. ഈ 19-ാം തീയതി ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ 3-ാമതായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് മകൻ നടന്ന കാര്യമാണ്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഏപ്രിൽ 4-ാം തീയതി ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എൻ്റെ മകന് പെട്ടെന്നൊരു വയറുവേദന വന്നു. ആ വയറുവേദന വന്നു കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു, പപ്പയെ എനിക്ക് വയറുവേദനയുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ എന്നാൽ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കൂടെ
അവൻ പോളണ്ടി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ പോളിഷ് ഭാഷയാണ് കൂടുതൽ സംസാരിക്കുന്നത്. മോന് കുറച്ച് പോളിഷ് അറിയാം, പിന്നെ ഇംഗ്ലീഷ് അറിയുള്ളൂ. അപ്പോൾ കൂട്ടുകാരുമാരും കൊണ്ടുപോയതിന് ശേഷം അവർ വേദന കുറയാനുള്ളൊരു ഗുളിക കൊടുത്തു. അപ്പോൾ അവൻ ഗുളിക കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പോൾ എനിക്കാന്ന് വെച്ചാൽ ഒരു സമാധാനം ഇല്ലാണ്ടായി. മോൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവനെ അടുത്ത് ഇഞ്ചക്ഷൻ ചെയ്യാനും എല്ലാത്തിനും കൂടെ ഞാനെപ്പോഴും അരികിലുണ്ടാവാറുണ്ട്. അപ്പോൾ അവന് വീണ്ടും വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. പപ്പ അവൻ്റെ അടുത്ത് ഫോൺ സംസാരിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, നീ സമാധാനപ്പെടുക, പപ്പ അമ്മച്ചിക്ക് ഇന്ന് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫോൺ തന്നു. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട്. മോൻ്റെ വിവാഹക്കാരി പേപ്പർ ശരിയാവാനാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മോന് ജീവനും ആരോഗ്യം ആയുസ്സും തിരിച്ചു തന്നെങ്കിലല്ലേ ആ മകളെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിൻ്റെ വയറുവേദന മാറ്റി തരും, അപ്പം മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് മോനെ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ചൂടാണ് ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോനെ പെട്ടെന്ന് പിന്നെ അത് കുറഞ്ഞു, പിന്നെ വീണ്ടും കൂടുതലായി. വീണ്ടും ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ച് ഈ പെൺകുട്ടിയാണ്, യൂറോപ്യൻ പെൺകുട്ടിയാണ് മോനെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആ സ്കാനിങ്ങിൽ ഒന്നും തെളിയുന്നില്ല. അപ്പോൾ വീണ്ടും അവൾ വിളിച്ച് പറഞ്ഞു, പപ്പയെ റിസൾട്ട് കിട്ടി, ഒന്നും അറിയണില്ല. അപ്പോൾ വീണ്ടും ഫുള്ളും ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മോന് ഒരു കിഡ്നി ബ്ലോക്കായി എന്നറിഞ്ഞത്. അപ്പോൾ തന്നെ അവൻ മെസ്സേജ് വിട്ടു, പപ്പയെ ഒരു കിഡ്നി ബ്ലോക്കാണ്, എനിക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ വേണം. അപ്പോൾ പറഞ്ഞ് ഇന്ത്യയിലേക്ക് കയറി വരാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ കയറി വരാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷത്തിന് പോയി ഒരുങ്ങി. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, മോനെ നീ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കുക അമ്മച്ചിയെ, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ്റെ കൂടെ ഞാനോ പപ്പയോ ആരുമില്ല, മോൻ്റെ കൂടെ അമ്മ കൂടെ ഉണ്ടാവും, പരിശുദ്ധ അമ്മയുടെ കൂടെ നിൻ്റെ അരികിലുണ്ടാവും. നീ ഓപ്പറേഷൻ തിയേറ്ററിൽ കടക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസമാണ് ചെല്ല, 7 സ്വർഗസ്വനായി നന്മ പറയുമ്പോൾ നിൻ്റെ ഓർമ്മ കടന്നത് വരെ നീ ചെല്ലാൻ പറഞ്ഞു. പിന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ നടത്തി തന്ന അനുഗ്രഹിച്ചിന് അമ്മയ്ക്കും തിരുക്കുമാരും കൊടാനിക്കൊടി. ഹല്ലേലൂയ, യേശുവേ നന്ദി. 3 അനുഗ്രഹങ്ങൾ അമ്മ തന്നു. സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. ഉടമ്പടി തുടരുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരോടും ചോദിക്കുന്നതാണ്. അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഉടമ്പടി തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ മരണം വരെയും ദൈവത്തോടുള്ള ഒരു കൃതജ്ഞത വേണ്ടേ, നന്ദി വേണ്ടേ? വിധം ഞാൻ ഇവിടെ പ്രേക്ഷിത ജോലി ചെയ്യുന്നുണ്ട്. ഉടമ്പടി പുതുക്കി സങ്കീർത്തനം 103, എൻ്റെ ആത്മാവേ കർത്താവിനെ മഹത്വപ്പെടുത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഓർമ്മയുള്ള കാലം മാത്രമല്ല, ബൈബിൾ അനുസരിച്ച് പഴയ നിയമത്തിൻ്റെ രീതി അനുസരിച്ച് അത് മക്കളോടും പറയണമെന്നാണ്. ഹല്ലേലൂയ. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി നമ്മൾ മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ. ഇനി നമ്മൾ മരിക്കാൻ പോവുകയാണെങ്കിൽ, പ്രായമായെങ്കിൽ മരിക്കുന്നവരെ നമ്മൾ ഓർക്കുന്നു, അത് മറ്റുള്ളവരോട് പറയുന്നു. മരിക്കുമ്പോൾ മക്കളോടും പറയണം, മക്കളെ നമ്മൾ ഇങ്ങനെ എത്തിയത്, ഇവിടെ എത്തിയത്, നമ്മൾ ഉയർന്നത് ദൈവം അനുഗ്രഹിച്ചിട്ടാണ്, കൃപാസനത്തിൽ പോയിട്ടാണ്, അമ്മ തന്നിട്ടാണ്, ഉടമ്പടി എടുത്തിട്ടാണ്. ഇത് നമ്മൾ പറയണം. എൻ്റെ ആത്മാവേ അങ്ങനെ നീ കർത്താവിനെ മഹത്വപ്പെടുത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും. എങ്ങനെയുള്ള അനുഗ്രഹമാണ്? അവിടുന്ന് നിൻ്റെ രോഗങ്ങൾ സുഖമാക്കുന്നു, അവിടുന്ന് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. ശരി, നന്ദി കൂടി പറയാണ്. എനിക്ക് 2 ആൺമക്കളാണ്. ഹല്ലേലൂയ. എവിടെ? ഹല്ലേലൂയ, യേശുവേ നന്ദി. അടുത്ത ആൾ പേര് വിളിച്ച് വരാനുള്ള ആൾ കൂടി വരിക. യേശുവെ നന്ദി, യേശുവെ സ്വസ്ത്രം. എൻ്റെ പേര് സുജ മെൽബിൻ. ഞാനിവിടെ ആര്യാട് നിന്ന് വരുന്നു. ആര്യാട് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവക അംഗമാണ്. ഞാനിവിടെ ഇന്ന് സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയിട്ടുമാണ്. ഞാൻ 2017 മാർച്ചിലാണ് ഉടമ്പടി എടുത്തത്. സാക്ഷ്യം പറയാൻ ഒത്തിരി വൈകിപ്പോയി. അതിനാദ്യം തന്നെ മാപ്പ് ചോദിക്കുന്നു. ചേച്ചിക്ക് PCODയുടെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 2.5 വർഷമായിട്ട് മക്കളൊന്നും ഇല്ലായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഞാനിവിടെ മാർച്ചിൽ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ ചേച്ചി ഗർഭിണിയായി. ഫെബ്രുവരി 9-ാം തീയതി ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകി. അതിന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് വിവാഹ തടസ്സം ഒത്തിരി ഉണ്ടായിരുന്നു. കല്യാണം നിശ്ചയിച്ചിട്ട് 3 വർഷമായിട്ടും നടക്കുന്നില്ലായിരുന്നു. ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത്
കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഗൾഫിൽ പോയിട്ട് വന്നിട്ട് കല്യാണം നടത്താമെന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസം 2017 ഒക്ടോബർ മാസം 16 ഒക്ടോബർ മാസം ഗൾഫിൽ പോയി. പക്ഷേ ജോലി ശരിയായില്ല. 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നു. അങ്ങനെ ഒരു 5 മാസത്തോളം ജോലിയില്ലാതെ വളരെ വിഷമിച്ചു. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് പിറ്റേ മാസം ഏപ്രിലിൽ തന്നെ നാട്ടിൽ വളരെ നല്ലൊരു ജോലി ശരിയായി. കൂടാതെ ആ വർഷം ഡിസംബറിൽ തന്നെ 1 രൂപ പോലും മുടക്കാതെ ഷിപ്പ് യാർഡിൽ ജോലി ലഭിച്ചു. ആ ജോലിക്ക് വേണ്ടിയിട്ട് 1 രൂപ പോലും മുടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ വർഷം 2019 ജനുവരി 7 വിചാരിച്ചതിലും വളരെ ഭംഗിയായി തന്നെ ഞങ്ങളുടെ വിവാഹം നടന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിൻ്റെ വീട് വെക്കുന്നതിന് മുമ്പ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടുത്തെ കാശുരൂപം കൊണ്ടുവന്ന് തറക്കല്ലിടാൻ നേരത്ത് ഇവിടുത്തെ കാശുരൂപം വെച്ചായിരുന്നു വീട് വെച്ചത്. ഒരു തടസ്സം കൂടാതെ ആ 1 വർഷത്തിനുള്ളിൽ തന്നെ വീട് പണി ഭവന നിർമ്മാണം പൂർത്തിയായി. കൂടാതെ തന്നെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നിരവധി അത്ഭുതങ്ങൾ, നിരവധി രോഗസൗഖ്യങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട്. അതിനെല്ലാത്തിനും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പറഞ്ഞേ, എന്നാണ് ഉടമ്പടി എടുത്തതെന്നാ? 2017 ഉടമ്പടി എടുത്തു. ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും അല്ല, ഞാനിപ്പം പുതിയതായിട്ട് വീണ്ടും ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് ആ ഉടമ്പടി അവസാനിച്ചതിന് ശേഷം ഞാൻ ഒത്തിരി എൻ്റെ ആവശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം ഞാൻ ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട്. പക്ഷേ ഉടമ്പടി നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ലഭിക്കാൻ വേണ്ടിയിട്ട് അതൊരു ദൈവത്തിനോടുള്ളൊരു ചേർന്ന് നിൽപ്പാണെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും. ഇതൊന്ന് കേൾക്കുന്ന നല്ലതായിരിക്കും. നേരത്തെ ഒരു സഹോദരി പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തത് പുതുക്കിയപ്പോൾ തീരുമാനിച്ചു, ഞാൻ അനുഗ്രഹത്തിന് വേണ്ടിയല്ല, കൃപയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഈ സഹോദരി പറയുന്നത് ദൈവത്തിന്റെ അനുഭവം, ഉടമ്പടി ദൈവത്തോട് ഉള്ള ഒരു ചേർന്ന് നിൽപ്പാണ്, അല്ലേ? ഒരു ചേർന്ന് നിൽപ്പാണ് ദൈവത്തോട്. ഉടമ്പടി വഴി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ഒരു ദൈവ സ്നേഹവും ഒരു ദൈവ സംരക്ഷണവും കരുണ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഞാൻ ഉടമ്പടി എടുത്ത ആ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയം. ശ്രദ്ധിച്ചേ, ഈ സഹോദരി ഇതുപോലെയുള്ള ആളുകൾ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിലൂടെ വളർന്ന് ജീവിതാന്ത്യം വരെ ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പുത്രനെ മഹത്വപ്പെടുത്താൻ കൃപാസനം ഒരുക്കിയിരിക്കുന്ന, കൃപാസനത്തിൽ ലഭിക്കുന്ന മരിയൻ ഉടമ്പടിയിൽ ചേർന്ന് വളരാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആൾ വരി. പേര് വിളിച്ചവരെ വരാവോ? My name is Ronia Shijo. I am coming from Kurpandra. 4 years back, I applied for my Kuwait medical, but it was failed because I suffered from tuberculosis when I was a child. So I was found unfit for Kuwait. So I came here in 2018, July 4th, and I took the covenant. And after that, when I applied for my UK medical, my medical got cleared. Whenever I used to pray in the morning as well as in the night, I applied the covenant oil on my chest, and I prayed the faith, that is the creed. I believe in God. I prayed when I applied the oil on my chest as well as on my forehead. After that, when I went for my UK medical, it got cleared. It said that the chest X-ray is normal. And besides that, I had a delay in getting my COS, that is the certificate of sponsorship from UK. So when I was praying in YouTube, Father asked to type the date, and when I typed the date, on the same date itself, I got my COS. And when I came here for the renewal of my covenant, I got my visa for UK, and on 25th I am going. So I need all your prayer, because when I will go there, I will be having one more exam which I have to clear. So please, all of you, pray for me, and glory to God in the highest. Praise you, Jesus. Thank you, Jesus. Praise the Lord. Thank you very much. സുജ മെൽബിൻ ആണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത്. അവൾക്ക് ചെറിയ പ്രായം മുതൽ ട്യൂബർകുലോസിസിൻ്റെ രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ ചെക്കപ്പിന് പ്രയാസങ്ങളുണ്ടായിരുന്നു. വിവാഹം താമസിച്ചിരുന്നു. ജോലി കിട്ടാനുള്ള ഈ മെഡിക്കൽ ചെക്കപ്പിന് വരുന്ന പ്രയാസങ്ങൾ മൂലം ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. യൂട്യൂബിലൂടെ നമ്മുടെ
കൃപാസൻ വെബ്സൈറ്റിലൂടെയാണ് അത് ചെയ്തത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നിങ്ങൾ ഡേറ്റ് പറയുക. ആ ഡേറ്റ് അനുസരിച്ച് കൃത്യമായി അവൾക്ക് ജോലി ലഭിച്ചു. ഹല്ലേലൂയ. ഒന്ന് ശക്തിയോടെ സൂചിച്ച് ഇതുപോലെയുള്ള സാക്ഷ്യം അനേകർക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന രീതി കൃപാസനത്തിലാണ് ഉള്ളത്. ദൈവം നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം ആവശ്യപ്പെടുന്ന നേരത്ത് ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് തരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. സുജാ മെൽബിൻ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്താരാ? റോണിയ ഒന്നില്ലല്ലോ. അല്ല, റോണിയാണോ ഇപ്പോൾ പറഞ്ഞത്? ഓക്കെ, അടുത്ത 2 പേരുകൾ കൂടി വിളിക്കാം. ഗ്രേസി പൊന്നച്ചൻ, വാകച്ചേരിൽ, കോട്ടയം. ഗ്രേസി പൊന്നച്ചൻ. രതീഷ് പി എസ്, മണിമല. രതീഷ് പി എസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന, യേശുവേ നന്ദി. ദൈവമേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്നു. ഈ 2 പേരുകൾ കൂടി വരിക. യേശു ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. രതീഷ് പി എസ്, പാറക്കൽ. ഗ്രേസി പൊന്നച്ചൻ, 2 പേര്. ഹല്ലേലൂയ. യേശു ആരാധന. കൈയടിച്ച് പാടാം. വിദൂരസ്ഥരായ ആളുകൾക്ക് പോലും കൃപാസനം ദൈവാനുഗ്രഹത്തിനും ജീവിത പുരോഗതിക്കും കാരണമാകുന്നു. ഹല്ലേലൂയ. യേശുവേ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. സർവ്വത്തിൽ പാടാം. യേശുവേ രക്ഷകാ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിച്ചുവേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. Praise the Lord. Please come. എൻ്റെ പേര് ഗ്രേസി പൊന്നച്ചൻ, വാകച്ചേരിയിൽ. ഞാൻ ആതിരമ്പുഴ പള്ളി ഇടവകയിൽ കോട്ടയത്ത് നിന്ന് വരുന്നു. 2 സാക്ഷ്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. എൻ്റെ മൂത്ത മകൾ ആൻമരിയ സെബാസ്റ്റ്യൻ ഒറ്റ എഴുത്തിൽ തന്നെ IELTS പാസ്സായിരുന്നു. അത് 5 പ്രാവശ്യം ഓസ്ട്രേലിയയ്ക്ക് സ്റ്റഡി വിസയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. പക്ഷേ വിസ കിട്ടിയില്ല. ആ കുട്ടിക്ക് ഇടയ്ക്ക് ഒരു അസുഖം വന്നതിൻ്റെ പേരിൽ വിസ തട്ടിപ്പോയി. വീണ്ടും ഇവിടെ വന്ന് ഏപ്രിൽ 7-ാം തീയതി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് മാസം കാനഡയ്ക്കാണ് അപ്ലൈ ചെയ്തത് സ്റ്റഡി വിസ. ഓഗസ്റ്റ് മാസം 24-ാം തീയതി കൊച്ചിന് വിസ വന്നു. അപ്പോൾ അതിനകത്തൊരു കുഴപ്പമുണ്ടായിരുന്നു. അവളുടെ IELTSയുടെ സ്കോറ് 2 വർഷം പൂർത്തിയാവുകയാണ്. വെറും 6 ദിവസം മാത്രമേ ഉള്ളൂ സ്കോർ പൂർത്തിയാകാൻ. അതിനുള്ളിൽ അത് 2ാമത് IELTS എഴുതി. പക്ഷേ റൈറ്റിങ്ങിന് മാത്രം 5.5 ബാക്കിയുള്ള എല്ലാ വിഷയങ്ങൾക്കും 7ഉം 8ഉം വന്നു. അതിൽ കയറി പോകാൻ പറ്റില്ല. കൊച്ചു ഭയങ്കര കരച്ചിലായി. വിളിയെത്തുന്ന ദൂരത്ത് വിളി കേൾക്കുന്നവനാണ് നിൻ്റെ ദൈവം. നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചല്ലേ മോളെ, നീ അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ ഞാൻ പറഞ്ഞു. വിളിച്ചു ചോദിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. കൊച്ചു കയറിപ്പോയി. മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ കൊച്ചിന് കയറി പോകാൻ സാധിച്ചത്. 2ാമത് എൻ്റെ നാത്തൂൻ്റെ മകൻ്റെ ഭാര്യ ഒത്തിരി പ്രാവശ്യം IELTS എഴുതിയ കുട്ടിയാണ്. അവൾക്ക് സ്കോറൊന്നും കിട്ടിയിരുന്നില്ല. എൻ്റെ കുട്ടികൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവൾക്കും കൂടി വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു.
ആ കുട്ടിക്കും എഴുതിയ സ്കോറിൽ ബെൽജിയത്തിൽ ജോലിക്ക് കയറുവാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസ് 11:24 വചനം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയും. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇതുപോലെ IELTS-ഉം OET ഒക്കെ എഴുതി മനോവിഷമത്തിൽ, അത് ജയിക്കാത്തതിൻ്റെ മനോവിഷമത്തിൽ കഴിയുന്ന എല്ലാ യുവതിയുവാക്കൾക്കും, ടീനേജിലുള്ള കുട്ടികൾക്ക് വേണ്ടി, പഠിച്ചിട്ട് അതുകൊണ്ട് പ്രയോജനം കിട്ടാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, ഈ പ്രോഗ്രാം കാണുന്നവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓക്കെ, അടുത്ത ആൾ വരിക. പേര് പറ. എൻ്റെ പേര് രതീഷ് എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ മണിമലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുറേ കടബാധ്യതകൾ കാരണം ജീവിതം വഴിമുട്ടിപ്പോയ ഒരാളാണ് ഞാൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മരണമല്ലാതെ വേറൊന്നും മുന്നിലില്ല എന്നുള്ള രീതിയിൽ തന്നെ വന്നു. അത് സാഹചര്യം കൊണ്ട് വന്നു പോയ കടങ്ങളല്ല, എൻ്റെ അഹങ്കാരം കാരണം വന്നുപോയ കടങ്ങളും ബാധ്യതകളുമാണ്. അതിന് വിനയേണ്ടി വന്നത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവുമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായി, വഴക്കുണ്ടായി. ഞാനും ഭാര്യയും ഞങ്ങൾ വേർപിരിയുന്ന അവസ്ഥ വരെ വന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ കുറച്ച് കാലത്തേക്കെങ്കിലും, കുറച്ച് നാളത്തേക്കെങ്കിലും ഞങ്ങൾ രണ്ട് വീട്ടിലായിട്ട് താമസിക്കേണ്ടതായിട്ട് വരെ വന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. അന്നൊന്നും എൻ്റെ കടങ്ങൾ പൂർണ്ണമായിട്ടൊന്നും അവൾക്ക് അറിയത്തില്ലായിരുന്നു, എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ചതിന് ശേഷം ഞാൻ പറയാതെ തന്നെ എൻ്റെ കടബാധ്യതകൾ മുഴുവൻ അവൾ അറിഞ്ഞു. അത് ഞാനായിട്ട് പറഞ്ഞറിഞ്ഞതല്ല, കടക്കാർ ഓരോരുത്തരായിട്ട് വീട്ടിൽ വന്ന് അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി അറിഞ്ഞതാണ്. അപ്പോഴും എല്ലാം തുറന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ പറയും, എങ്ങനെ തുടങ്ങുമെന്നറിയാതെ ഉള്ള ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് ആണ് ഞാൻ ആ സമയത്തുണ്ടായിരുന്നത്. ആ സമയത്തും വീണ്ടും എൻ്റെ കുടുംബം തകരുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. എന്നെ ചേർത്ത് നിർത്തിയത് എൻ്റെ ഭാര്യ തന്നെയാണ്. കാരണം ഇത്രയും വന്നു പോയി, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയും നമുക്ക് അതിനുള്ള മുന്നോടിയായിട്ട് നീങ്ങാം എന്ന് തന്നെയാണ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ 7 മാസം മുമ്പ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോയതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ എന്താ പറയുക, സ്വപ്നലോകത്ത് നടക്കുന്ന പോലെയാണ്. അന്ന് ഞങ്ങളിവിടെ വരുന്നതിന് തലേദിവസം കടക്കാർ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് പൈസ തന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ കയറിയിരിക്കും, നിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞ കടക്കാർ ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ വൈകിട്ട് വീട്ടിൽ ചെന്ന് ഞങ്ങൾ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് അവരെ വിളിച്ചു. ഒരവധി കൂടി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചതാണ്. പക്ഷേ ആ സമയത്ത് അവർ ഇങ്ങോട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്ന കാലത്ത് നിങ്ങൾ ആ പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി, അതിൻ്റെ പേരിൽ ഞങ്ങൾ വരില്ല, നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന കാലത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനിവിടെ ഉടമ്പടി എടുത്ത് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഒരു ഞായറാഴ്ചയാണ് കോട്ടയത്തുള്ള ഒരു ഓഫീസിലേക്ക്, അതുവരെ ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓഫീസിൽ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ഓഫീസിൻ്റെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചു. അങ്ങോട്ട് വിളിച്ച ഉടനെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, തിങ്കളാഴ്ച രാവിലെ തൊട്ട് നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ, നീ രാവിലെ വന്ന് ജോയിൻ ചെയ്തോളൂ എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അദ്ദേഹം ഞാൻ അതിന് ശേഷം അവിടെ ചെന്ന് ആ സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ തോന്നിയെന്ന് പുള്ളി പറഞ്ഞത്, സാധാരണ രീതിയിൽ ഇൻ്റർവ്യൂ പോലും ചെയ്യാതെ അല്ല എടുക്കുന്നത്, ഒരാളെ നേരിട്ട് കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയാമോ എന്നെല്ലാം നോക്കിയാണ് എടുക്കുന്നത്. പക്ഷേ ആ സമയത്ത് നീ വിളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, ഞാൻ അതിനോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ വരുന്നത്. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കാര്യങ്ങളെല്ലാം ബാധ്യതകളെല്ലാമായി, വീട്ടുകാരറിഞ്ഞ് കടങ്ങളെല്ലാം ഉണ്ട്, ഇന്ന കടങ്ങളുണ്ടെന്ന് അറിഞ്ഞു. അതിനുശേഷം എൻ്റെ ഭാര്യ ഈ കൃപാസനത്തിൻ്റെ പത്രം ആ സമയത്തും വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നോക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല, ജസ്റ്റ് നോക്കിയിട്ട് അങ്ങ് എടുത്ത് വെക്കും എന്നല്ലാതെ വേറൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് എൻ്റെ ഭാര്യയുടെ അമ്മ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അമ്മ വെച്ച നിയോഗങ്ങളിൽ ഒരു നിയോഗമാണ്, ഞാനാൽ ഇനിയും ആരും ചതിക്കപ്പെടാനോ അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ ഇതാവാനോ പാടില്ല, എന്നെ അറിഞ്ഞുകൊണ്ട് ആരും കള്ളത്തരത്തിൽ പെടുത്താനും പാടില്ല എന്നൊരു നിയോഗം എൻ്റെ അമ്മ എന്നോട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്കറിയത്തില്ലായിരുന്നു, എൻ്റെ ഭാര്യ അതിന് ശേഷം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ കൃപാസനത്തിൽ വരാം എന്ന് വിചാരിച്ചു തന്നെ ഞങ്ങൾക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലായിരുന്നു. വീട്ടിലുള്ള ചില്ലറ എല്ലാം പെറുക്കി ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും 50 രൂപ കടം കൂടെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. എനിക്ക് 1.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, ഇപ്പോൾ 2 വയസ്സായി. കുഞ്ഞിന് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം അതിന് കഴിക്കാൻ വാങ്ങിക്കി കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. വെളുപ്പിനെ 3:30 അവൾ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു. ദൈവകൃപ പോലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞിനത് വാങ്ങിച്ചു കൊടുത്തു, ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ഇവിടുത്തെ കൗൺസിലിംഗ് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് ഞങ്ങൾ ആ മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് ഇവിടെ വരെ വരണം. ഇവിടെ വന്നിട്ടാണ് നമ്മൾ സാക്ഷി ഇവിടെ ഇടുന്നത്. അവിടെ നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നറുക്കെടുക്കും. ഓരോ തിരി ഒരാൾ, മാതാവിൻ്റെ രൂപം ഒരാൾ എടുക്കുന്നത് ചെയ്യും. അന്ന് അവിടെ നറുക്കെടുത്തതിൽ പരിശുദ്ധ അമ്മയെ അവിടെ നിന്ന് ഇവിടം വരെ വഹിക്കാനായിട്ടുള്ള ചുമതല കിട്ടിയത്, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ കയ്യിൽ ഞാൻ എൻ്റെ അമ്മേനെ വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നു. ഇന്ന് അതുപോലെ തന്നെ ആ അമ്മ ഞങ്ങളെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നടത്തുകയാണ്. ഇന്ന് 7 മാസം കഴിഞ്ഞു. 7 മാസമായിട്ട് ഞാൻ വരുത്തി വെച്ച കടങ്ങൾ ഞങ്ങൾക്ക് കുറേശ്ശെ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ വീട്ടിൽ സന്തോഷമുണ്ട്, ഞങ്ങളുടെ കുടുംബത്ത് സന്തോഷമുണ്ട്. എന്തെന്നറിയാത്തൊരു ആഹ്ലാദത്തിലാണ് ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു സ്വർഗ്ഗലോകത്ത് എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ അമ്മ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്ദി, ഒരുപാട് യേശുവേ നന്ദി. അപ്പം കൃപാസനത്തിൻ്റെ ഒരു ആപ്തവാക്യമുണ്ട്, അതായത് ജെറമ്യ 32:9. കണ്ണുനീരോടുകൂടിയാണ് അവർ വരുന്നത്, സന്തോഷത്തോടുകൂടി ആനന്ദത്തോടെ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഹല്ലേലൂയ. അതുപോലെ വലിയൊരു ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞ പോലെ സഹോദരൻ ഇവിടെ വരുമ്പോൾ വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ തപ്പി പെറുക്കി ഉള്ള ചില്ലറൊക്കെ ആയിട്ടൊക്കെയാണ് വന്നത് അല്ലേ. അടുത്ത ദിവസം തന്നെ ജോലി ശരിയായി, കടങ്ങൾ കുറേശ്ശെ വീടി, കുടുംബത്തിൽ സമാധാനമുണ്ട്. ഭാര്യയെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യ ഇവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ ഇതെല്ലാം? ശരി, വീട്ടിൽ ചെന്നിട്ട് മാറില്ല. ഒന്ന് സൂചിച്ച് ഇവിടെ കുടുംബജീവിതം സന്തുഷ്ടമാകാനും കുഞ്ഞ് വളർന്ന് നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബമായിട്ട് ആ കുഞ്ഞും അമ്മയും അപ്പനും എല്ലാം അവർക്ക് കടങ്ങൾ വീടാനുള്ള ഒരു അനുഗ്രഹം അമ്മ ഇടപെട്ട് കൊടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന. ദൈവമേ, ഇതുപോലെ കണ്ണുനീരോടുകൂടി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പോലും പൈസയില്ലാതെ, ഒരു കാപ്പി കുടിക്കാൻ പോലും പൈസയില്ലാതെ നുള്ളി പെറുക്കി വരുന്ന ആളുകൾ, കടം മേടിച്ച് വരുന്നവർ, കർത്താവേ വണ്ടിക്കൂലിക്ക് കാശില്ലാത്തതുകൊണ്ട് നടന്ന് അലഞ്ഞു വരുന്നവർ, ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഇവിടെ രാവിലെ എത്തിച്ചേരുന്ന ആളുകൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയുടെ മാതാവേ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വർദ്ധിപ്പിച്ച കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മേ, അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ഈ ആലയത്തിലേക്ക് പ്രവേശിക്കുന്ന സകലരും അമ്മയുടെ മധ്യസ്ഥം വഴി അനുഗ്രഹം സമൃദ്ധിയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീര് തോർന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാനാജാതി മതസ്ഥരായ വിശ്വാസികളായ ആളുകൾ ഇവിടെ കടന്നു വരുമ്പോൾ അവർക്കമ്മ ആദ്യമേ തന്നെ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ, നമുക്ക് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ മുൻവശത്തെ കൗണ്ടറിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നൽകാവുന്നതാണ്. അയ്യോ കേട്ടില്ലേ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്ത